എല്ലാവർക്കും M4 ലേണിംഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ UPSCക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ജോഗ്രഫിയിലെ ഒരു ടോപ്പിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ എർത്ത് കേക്കിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വളരെയധികം കോൺസെപ്ച്വൽ ക്ലാരിറ്റി തരുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. സോ ക്ലാസ് പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് എന്താണ് എർത്ത് കേക്ക് എന്ന് ആദ്യം നോക്കാം. സോ വാട്ട് ഈസ് എർത്ത് കേക്ക്? സിമ്പിളി എർത്തിൻ്റെ ഷേക്കിംഗ് ഓഫ് ദ എർത്ത്, അതിനെയാണ് നമ്മൾ എന്ത് പറയുക? എർത്ത് കേക്ക് എന്ന് പറയുക. മറക്കരുത്, ഇതൊരു നാച്ചുറൽ ഈവൻ്റാണ്. ഇത് NCERT പറയുന്ന അതേ പോയിന്റുകൾ പറയുന്നതാണ്. സോ സിംപ്ലി എർത്ത് കേക്ക് എന്ന് പറഞ്ഞാൽ ഷേക്കിംഗ് ഓഫ് എർത്താണ്. ഇതൊരു നാച്ചുറൽ ഈവൻ്റാണ്. ദെൻ ഇറ്റ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ റിലീസ് ഓഫ് എനർജി വിച്ച് ജനറേറ്റ്സ് വേവ്സ് ദി ട്രാവൽ ഇൻ ഡിറക്ഷൻസ്. എത്രേ ഉള്ളൂ. നോക്കടാ, ഇത് നിങ്ങൾ എർത്താണെന്ന് കരുതുക. എർത്തിൻ്റെ ഏതോ ഒരു പോയിന്റിൽ എന്തോ ഒരു കാരണത്താൽ എനർജി എന്ത് ചെയ്യപ്പെട്ടു? റിലീസ് ചെയ്യപ്പെട്ടു. ഈ റിലീസ് ചെയ്യപ്പെട്ട എനർജി വേവ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അത് എല്ലാ ഡയറക്ഷനിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്യുന്നുണ്ട്. ഈ വേവ്സിനെ നമ്മൾ വൈബ്രേഷൻസ് എന്നും പറയാം. വൈബ്രേഷൻസ് മറക്കരുത്. ഇപ്പം നിങ്ങളൊരു കാര്യം സങ്കല്പിച്ച് നോക്കുക. നിങ്ങളൊരു ഡെസ്കിൻ്റെ മുകളിലേക്ക് നിങ്ങൾ ശക്തിയായി ഇടിക്കുവാണെന്ന് കരുതുക. ശക്തിയായി അടിക്കുവാണ്. അപ്പോൾ തൊട്ടടുത്ത് വേറെ ഏതെങ്കിലും വസ്തുക്കളൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യുന്നത് കാണാം? വൈബ്രേറ്റ് ചെയ്യുന്നതായിട്ടോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതായിട്ടൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ കാരണം ഇവിടെ നിങ്ങൾ കൊടുത്ത ഷേക്ക് കാരണം, ഈ പോയിന്റിൽ നിങ്ങൾ കൊടുത്ത ഷേക്ക് എനർജി കാരണം ക്രിയേറ്റ് ചെയ്ത വേവുകൾ ഈ പോയിന്റിൽ നിന്ന് എല്ലാ ഡയറക്ഷനിലേക്കും മൂവ് ചെയ്യുകയും അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ചെയ്തത്? ഈ പോയിന്റിന് ചുറ്റുമുള്ള വസ്തുക്കൾ മൂവ് ചെയ്യുക ഉണ്ടായത്, അല്ലെങ്കിൽ വൈബ്രേറ്റ് ചെയ്യുക ഉണ്ടായത്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ചേഞ്ചസ് സംഭവിച്ചത്. അതുപോലെ തന്നെയാണ് എർത്തിനുള്ളിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും കാരണത്താൽ, എന്ത് കാരണത്താലാണ് എനർജി റിലീസ് ആവുന്നതെന്നൊക്കെ നമ്മൾ പഠിക്കും. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എർത്തിൻ്റെ ഉള്ളിൽ, നമ്മളിതിനെ ബോഡി എന്ന് പറയും കേട്ടോ. ഇത് എർത്താണെങ്കിൽ എർത്തിൻ്റെ ഉള്ളിൽ നമുക്ക് പറയാൻ പറ്റുന്നത്, ഇപ്പം ഞാനൊരു കാര്യം, ഞാനൊരു വേറൊരു കളറിൽ മാർക്ക് ചെയ്യാം. ഈ ബ്ലാക്കിൽ മാർക്ക് ചെയ്യുന്നത്, അതായത് റെഡിനകത്തുള്ള പോയിന്റ് മനസ്സിലാക്കി നമ്മൾ എർത്തിൻ്റെ ബോഡി എന്ന് പറയാം. ബോഡി ഇപ്പം നിങ്ങൾക്ക് കണ്ടാൽ ഈ വൈറ്റ് ആയിട്ട് കാണുന്നത്, ഞാനൊരു റെഡ് സർക്കിളാണല്ലോ വരച്ചിരിക്കുന്നത്, അതിനകത്ത് ആ വൈറ്റ് പോർഷനിൽ കാണപ്പെടുന്നതിന് എർത്തിൻ്റെ ബോഡി എന്ന് പറയാം. ഈ റെഡ് ലൈനിൽ പോകുന്നതിന് നമുക്ക് സർഫസ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ ബോഡിക്കുള്ളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എന്തെങ്കിലും കാരണത്താൽ എനർജി എന്ത് ചെയ്യുവാണെങ്കിൽ റിലീസ് ആവുകയാണെങ്കിൽ ആ എനർജി തരംഗരത്തിൻ്റെ രൂപത്തിൽ സഞ്ചരിക്കും. അതായത് വേവ്സ് ആയിട്ട് സഞ്ചരിക്കും, അല്ലെങ്കിൽ നമുക്ക് അതിനെ വൈബ്രേഷൻസ് എന്നും പറയാം. അത് എല്ലാ ഡയറക്ഷനിലേക്ക് സഞ്ചരിക്കും. ഓക്കെ, അപ്പോൾ ആലോചിക്കുക, ഈ പറയുന്ന വേവ്സ് എർത്തിൻ്റെ ബോഡിയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എർത്തിൻ്റെ സർഫസിലെത്തും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞതുപോലെയാണ്, നിങ്ങൾ ഡെസ്കിൽ ഒരു പോയിന്റിൽ എനർജി റിലീസ് ആവുന്നു, അതിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ വൈബ്രേഷൻസ് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഉറപ്പായിട്ടും എർത്തിൻ്റെ ബോഡിക്കുള്ളിൽ ഒരു പോയിന്റിൽ എനർജി റിലീസ് ആയാൽ അത് സർഫസിൽ എത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് സർഫസിൽ അതിൻ്റെ ഫീലിംഗ്, അതിൻ്റെ ഒരു ഷേക്കിംഗ് അറിയാനായിട്ട് പറ്റും. സോ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? എർത്ത് കേക്ക് എന്ന് പറയുക. മറന്നു പോകരുത്, വളരെ സിമ്പിളായിട്ടുള്ള കോൺസെപ്റ്റാണ്. അപ്പോൾ എർത്ത് കേക്ക് എന്താണെന്ന് ക്ലിയർ ആയി കാണുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഇനി ഇത് നാച്ചുറൽ ഈവൻ്റ് ആണോ എന്നൊരു കാര്യത്തിൽ പലപ്പോഴും പലർക്കും സംശയം തോന്നാറുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ നമ്മൾ പലതരത്തിലുള്ള എർത്ത് കേക്കുകളുണ്ട്. ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ബോംബ് ഒരു സ്ഥലത്ത് വന്ന് വീട് കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ എന്തുണ്ടാവാം? ഒരു എക്സ്പ്ലോഷൻ ഉണ്ടാവാൻ വലിയൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവും. അതിൻ്റെ റിസൾട്ടായിട്ട് ചിലപ്പോൾ ഒരു ട്രെമർ, ഒരു എർത്ത് കേക്കിനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അത് നാച്ചുറലി സംഭവിക്കേണ്ടതാണ്. അപ്പോൾ ഒരിക്കലും ഞാനൊരു സ്ഥലത്ത് കൊണ്ട് ന്യൂക്ലിയർ ബോംബ് ഇട്ടാൽ അവിടെ ഉറപ്പായിട്ടും എർത്ത് കേക്ക് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. ഇപ്പോൾ ചില സ്ഥലങ്ങളിൽ മൈൻസ് ഉണ്ടാവുമല്ലോ, നമ്മുടെ കൽക്കരി ഖനികളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മിനറൽസ് കുഴിച്ചെടുക്കുന്ന മൈൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ മേഖലകളിലും എന്തിനുള്ള സാധ്യതയുണ്ട്? എർത്ത് കേക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ അത് എല്ലാ മൈൻസ് ഉള്ളിടത്തും എർത്ത് കേക്ക് ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അത് നാച്ചുറലി സംഭവിക്കേണ്ടതാണ്. ഒരു മനുഷ്യൻ ഒരിടത്ത് മൈൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞ് അവിടെ ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത്ര സമയം കഴിയുമ്പോൾ അവിടെ എർത്ത് കേക്ക് ഉണ്ടാവും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ അത് നാച്ചുറലി സംഭവിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് അതിന് നമ്മൾ എന്ത് പറയുക? നാച്ചുറൽ ഇവൻ്റ് എന്ന് പറയാം. ഒരു മനുഷ്യൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എർത്ത് കേക്കിനെ സൃഷ്ടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനകത്തൊരു കൺഫ്യൂഷൻ വരേണ്ട ആവശ്യമില്ല. എർത്ത് കേക്ക് എന്ന് പറഞ്ഞാൽ സിംപിളി ഷേക്കിംഗ് ഓഫ് എർത്താണ്.
അതൊരു നാച്ചുറൽ ഇവൻ്റ് ആണ്, അതിൻ്റെ കോൺസെപ്റ്റ് ക്ലാരിറ്റി ആയെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാണ്. സോ എന്തുകൊണ്ടാണ് എർത്ത് ഷേക്ക് ചെയ്യുന്നത്, അപ്പോൾ ഇതിനകത്ത് കുറച്ച് പുതിയ ടേമുകളൊക്കെ വരും. ആ ടേമുകളൊക്കെ ശ്രദ്ധിച്ചോളണം. ഓരോ ടൈമും ഞാൻ വളരെ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഞാനൊരു കാര്യം പറയട്ടെ, ഇതിനകത്ത് NCERTയിലെ പോയിന്റുകളാണ് ഞാൻ ഇതിനകത്ത് ഈ സ്ലൈഡിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് എർത്ത് കേക്ക് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് എർത്ത് ഷേക്ക് ചെയ്യുക, എർത്തിൻ്റെ ഷേക്കിംഗ് ആണല്ലോ എർത്ത് കേക്ക്. അപ്പോൾ എന്തുകൊണ്ടാണ് എർത്ത് കേക്ക് ഉണ്ടാകുന്നതെന്നാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ലോകത്തിൽ ഉണ്ടാകുന്ന എർത്ത് കേക്കുകളിൽ 80% മുകളിൽ, ഒരു 81% അല്ലെങ്കിൽ 80%തോളം എർത്ത് കേക്കുകൾ ഉണ്ടാകുന്നതിനുള്ള കാരണമാണ് NCERTക്ക് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് മാത്രം, ഇത്തരത്തിൽ മാത്രമേ എർത്ത് കേക്ക് ഉണ്ടാകുകയുള്ളൂ എന്ന് നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. ഇത് ലോകത്തിൽ ആകെ ഉണ്ടാകുന്ന എർത്ത് കേക്കുകളിൽ ഒരു 80%തോളം എർത്ത് കേക്കുകൾ ഉണ്ടാകുന്നത് ഇത്തരത്തിലാണ്. അപ്പോൾ വേറെ രീതിയിലും എർത്ത് കേക്കുകൾ ഉണ്ടാവാം. അത് നമ്മൾ വരുന്ന സ്ലൈഡുകളിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ നോക്കിക്കോ. ഫസ്റ്റ് പോയിന്റ് നിങ്ങൾക്കറിയാലോ, എർത്തിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഏതെങ്കിലും പോയിന്റിൽ എന്ത് ചെയ്യുകയാണെങ്കിൽ എനർജി റിലീസ് ആവുകയാണെങ്കിൽ ആ എനർജി എല്ലാ ഡയറക്ഷനിലേക്കും തരംഗത്തിൻ്റെ രൂപത്തിൽ സഞ്ചരിക്കും. അതാണ് എർത്തിൻ്റെ ഷേക്കിങ്ങിന് കാരണം. അപ്പോൾ അതിൽ എല്ലാ പോയിന്റിലൂടെയും എനർജി റിലീസ് ആവുമ്പോൾ നമ്മൾ ഈ പറയുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഷേക്കിംഗ് ഉണ്ടാകണമെന്നില്ല. പ്രധാനമായും ഈ എനർജി റിലീസിങ് ഏതെങ്കിലും ഒരു ഫോൾട്ടിലൂടെയാണ് സംഭവിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവിടെ എന്ത് സംഭവിക്കും, എർത്ത് ഷേക്ക് ചെയ്യും, അല്ലെങ്കിൽ എർത്ത് കേക്ക് ഉണ്ടാവും. മറന്നു പോകരുത്. അപ്പോൾ എർത്ത് കേക്ക് ഉണ്ടാകുന്നത് പ്രധാനമായും, അല്ലെങ്കിൽ എർത്ത് കേക്ക് ഉണ്ടാക്കണമെങ്കിൽ എന്തിലൂടെ എനർജി റിലീസ് ആവണം, ഏതെങ്കിലും ഒരു ഫോൾട്ടിലൂടെ എനർജി എന്ത് ചെയ്യണം, റിലീസ് ആവണം. അപ്പോൾ നമുക്ക് ഉറപ്പായിട്ട് എന്ത് തോന്നും, എന്താണ് ഫോൾട്ട് എന്നറിയണം. ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, എ ഫോൾട്ട് ഈസ് എ ഷാർപ്പ് ബ്രേക്ക് ഇൻ ദ ക്രസ്റ്റൽ റോക്ക്. ഇത്രയേ ഉള്ളൂ. ഇതാണ് എർത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള പോർഷനാണല്ലോ നമ്മൾ എന്ത് പറയുക, ക്രസ്റ്റ് എന്ന് പറയാം. നിങ്ങളെല്ലാവരും എർത്തിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ എർത്തിന് കുറേ ലെയറുകളായിട്ടാണ് എർത്തിനെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ എർത്തിൻ്റെ ഏറ്റവും പുറത്തുള്ള ഏരിയയാണ് നമ്മൾ എന്ത് പറയുക, പുറത്തുള്ള ഒരു ലെയറിനെയാണ് നമ്മൾ ക്രസ്റ്റ് എന്ന് പറയുക. ഈ പോർഷനാണ് ഇപ്പോൾ തൽക്കാലം നിങ്ങൾ എടുക്കുക, ക്രസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഈ ക്രസ്റ്റിലുണ്ടാവുന്ന ഷാർപ്പ് ബ്രേക്കുകളിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക, ക്രസ്റ്റൽ റോക്ക് എന്ന് പറയാം. ക്രസ്റ്റൽ റോക്സിലുള്ള ഷാർപ്പ് ബ്രേക്കുകളെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ഫോൾട്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കോ, ഇതാണ് ഞാനൊരു എർത്തിൻ്റെ സർഫസിൽ ഒരു ക്രസ്റ്റൽ റീജിയനാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചോ. ഈ റീജിയനിൽ ഒരു ബ്രേക്ക് ഉണ്ട്, ഒരു മുറിവുണ്ട്, ഒരു വിടവുണ്ടെന്ന് കരുതുക. വിടവ് എന്നാണ്, അത്രേ ഉള്ളൂ. ഇതിനെ നമ്മൾ മലയാളത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ വിടവ്, ഗ്യാപ്പ് എന്നൊക്കെ പറയാം. അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എർത്തിൻ്റെ ക്രസ്റ്റിലുള്ള ഷാർപ്പായിട്ടുള്ള വിടവുകളെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുക, ഗ്യാപ്പുകളെയാണ് എന്തെന്ന് പറയാൻ പറ്റുന്നത്, ഫോൾട്ടുകളെന്ന് പറയാൻ പറ്റുന്നത്. ഓക്കെ, മറന്നു പോകരുത്. അപ്പോൾ നമുക്കൊരു സംശയം ഇതിനകത്ത് പലപ്പോഴും തോന്നാറുണ്ട്. നമ്മളെ ടെക്ടോണിക് പ്ലേറ്റുകളുണ്ടല്ലോ, ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാം കേട്ടോ അങ്ങോട്ട്. ഈ ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലും എന്തുണ്ട്, ഗ്യാപ്പുകളുണ്ട്. ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിൽ, ഇപ്പോൾ ഇതൊരു പ്ലേറ്റ് ആണ്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, യുറേഷ്യൻ പ്ലേറ്റ്, ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ. അപ്പം ഈ പ്ലേറ്റുകൾക്കിടയിലും എന്തുണ്ട്, ഫോൾട്ടുകളുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വിടവുകളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ബൗണ്ടറീസ് എന്നാ പറയുക, പ്ലേറ്റ് ബൗണ്ടറീസ് എന്നാണ് പറയുക, പ്ലേറ്റ് ബൗണ്ടറീസ്. അപ്പോൾ ഞാനൊരു കാര്യം പറയാം, ഈ പ്ലേറ്റ് ബൗണ്ടറീസും ഫോൾട്ടും തമ്മിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്ലേറ്റ് ബൗണ്ടറീസും എന്ത് തന്നെയാണ്, ഫോൾട്ട് തന്നെയാണ്. പക്ഷെ എല്ലാ ഫോൾട്ടുകളും എന്തല്ല, പ്ലേറ്റ് ബൗണ്ടറീസ് അല്ല. മറക്കരുത്, ആൾ പ്ലേറ്റ് ബൗണ്ടറീസ് ആർ ഫോൾട്ടുകളാണ്. ബട്ട് ആൾ ഫോൾട്ട്സ് ആർ നോട്ട് പ്ലേറ്റ് ബൗണ്ടറീസ്. മറന്നു പോകരുത്, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്, വളരെ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. അതായത് നിങ്ങൾക്കറിയാലോ, എർത്തിൻ്റെ ക്രസ്റ്റിൽ ഈ നമ്മുടെ പറയുന്ന ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിൽ മാത്രമല്ലല്ലോ വിടവുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ളത്.
അല്ലാത്ത സ്ഥലങ്ങളിലും എന്തുണ്ടാകാം, വിടവുകൾ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിൽ എർത്തിൻ്റെ ക്രസ്റ്റൽ റീജിയനിൽ എവിടെയൊക്കെ വിടവുകളുണ്ടോ ആ വിടവുകളെല്ലാം നമുക്ക് എന്ത് പറയാം, ഫോൾട്ട് എന്ന് പറയാം, ഫോൾട്ട്. അപ്പോൾ ഈ പ്ലേറ്റുകൾക്കിടയിലുള്ള വിടവുകളും എന്താണ്, ഫോൾട്ടാണ്. പക്ഷേ ഈ പ്ലേറ്റ് ബൗണ്ടറീസ് എല്ലാ ഫോൾട്ടുകളും ഇപ്പം എർത്തിൻ്റെ ഇപ്പം ഇതൊരു ടെക്ടോണിക് പ്ലേറ്റ് ആണെന്ന് പ്ലേറ്റാണ്, ഇതും ഒരു ടെക്ടോണിക് പ്ലേറ്റ് ആണ്. ചിലപ്പോൾ ഈ ടെക്ടോണിക് പ്ലേറ്റിനകത്തും ഒരു ഷാർപ്പ് ബ്രേക്ക് കാണാം. അപ്പം ഞാൻ പറയാം, ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിലുമുള്ള ഈ പറയുന്ന ഇത് എന്താണ്, ഫോൾട്ടും ആണ്, അതുപോലെ എന്തുമാണ്, ബൗണ്ടറിയുമാണ്. ഈ പറയുന്ന ഞാൻ ഈ വരച്ച സംഭവം എന്ത് മാത്രമാണ്, ഫോൾട്ട് മാത്രമാണ്, അത് ബൗണ്ടറി അല്ല. അതൊരു നമ്മളെ ക്രസ്റ്റൽ റീജിയനിൽ ഒരു ടെക്ടോണിക് ഒരു പ്ലേറ്റിനുള്ളിലുള്ള എന്താണ്, ഷാർപ്പ് ബ്രേക്കാണ്. അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. പലരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയും തിരിഞ്ഞൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഫോൾട്ടിനെ തന്നെ തെറ്റിദ്ധരിക്കും, ബൗണ്ടറി ആണെന്നും ബൗണ്ടറിനെ ഫോൾട്ട് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. അപ്പോൾ ആ തെറ്റിദ്ധരിക്കുമ്പോൾ പ്രശ്നം UPSC മെയിൻസ് എക്സാമിന് ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രിബ്യൂഷനാണ് ചോദിക്കുക. എവിടെയൊക്കെയാണ് എർത്ത് കേക്കിനുള്ള സാധ്യത കൂടുതൽ, എന്തുകൊണ്ടാണ് ഇന്ന മേഖലകളിൽ എർത്ത് കേക്ക് കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. സ്ഥിരമായിട്ട് നിങ്ങളൊരു UPSCയുടെ മെയിൻസ് എക്സാം നിങ്ങൾക്ക് അനലൈസ് ചെയ്താൽ എപ്പോഴും സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നമ്മുടെ ഹിമാലയൻ റീജിയണിൽ കണ്ടിന്യൂസ് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് ലാൻഡ് സ്ലൈഡുകൾ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ എർത്ത് കേക്കുകൾ ഉണ്ടാവാറുണ്ട് എന്നൊക്കെ സ്ഥിരമായിട്ട് നിങ്ങളൊരു വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് വളരെ വളരെ കോമൺ ആണ് ക്വസ്റ്റ്യൻ. നിങ്ങൾ എല്ലാ വർഷത്തെയും ക്വസ്റ്റ്യൻ നോക്കി നോക്ക്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ആണ്. അപ്പം നിങ്ങൾക്ക് ഈ ഫോൾട്ടും ബൗണ്ടറീസിനെയും കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റിയാലേ എവിടെയൊക്കെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കറക്റ്റായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അതുകൊണ്ടാണ് തെറ്റിദ്ധരിക്കരുത്. ഫോൾട്ട് എന്ന് പറഞ്ഞാലും ബൗണ്ടറി എന്ന് പറഞ്ഞാലും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലുള്ള ഷാർപ്പ് ബ്രേക്കിനെയാണ് നമ്മൾ എന്ത് പറയുക, ബൗണ്ടറി എന്ന് പറയുക. അതൊരു ഫോൾട്ട് തന്നെയാണ്, ഉറപ്പാണ്, അതൊരു ഫോൾട്ട് തന്നെയാണ്. പക്ഷേ ഒരു ടെക്ടോണിക് പ്ലേറ്റിൻ്റെ ഉള്ളിലുള്ള എർത്ത് ക്രസ്റ്റിലുള്ള ഷാർപ്പായിട്ടുള്ള ബ്രേക്കുകൾ നമുക്ക് എന്ത് പറയാം, ഫോൾട്ട് എന്നും പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് തോന്നുന്നു. നമുക്കിനി അങ്ങോട്ട് അടുത്ത സ്ലൈഡുകളിലോട്ട് പോകുമ്പോൾ നമ്മളതിനെ കുറച്ചുകൂടി ഫിഗറൈസ് ചെയ്ത് ഡെപ്തിൽ പറയും. ഓക്കെ, ഞാനത് ക്ലാരിറ്റി വരുത്താൻ വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇതിനകത്ത് എർത്ത് കേക്ക് ഉണ്ടാക്കുന്നതിനുള്ള കാരണം പറഞ്ഞിരിക്കുന്നത് ഒരു ഏകദേശം 80% മുകളിലുള്ള എർത്ത് കേക്കുകൾ ഉണ്ടാകുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ, സോ കേൾക്കുക, നിങ്ങൾക്ക് ഈ എർത്തിൻ്റെ സ്ട്രക്ചർ അതുപോലെ ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിലുള്ള ഐഡിയ ആ ഒരു ഇല്ലെങ്കിൽ ജസ്റ്റ് അതൊന്ന് എന്ത് ചെയ്യുക, NCERTയിൽ ഒന്ന് വായിക്കുക, വായിച്ചിട്ട് നോക്കുക, അല്ലെങ്കിൽ അതൊന്ന് നിങ്ങളൊന്ന് ബേസിക് ഉണ്ടാക്കിയിട്ട് ഒന്ന് നോക്കുക, അതിനകത്ത് എന്തെങ്കിലും മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, സോ നമുക്ക് നോക്കാം. റോക്സ് എലോങ് എ ഫോൾട്ട് ടെൻഡ് ടു മൂവ് ഇൻ ഓപ്പോസിറ്റ് ഡിറക്ഷൻസ് ആസ് ദ ഓവർലൈങ് റോക്ക് സ്ട്രാറ്റ പ്രസ് ദം, ദ ഫ്രിക്ഷൻ ലോക്സ് ദം ടുഗദർ. ഓക്കെ, ആ സ്റ്റേറ്റ്മെന്റ് നമുക്ക് നോക്കാം. നോക്കിക്കോ, ഒരു ഫോൾട്ടാണ് ഇവിടെ ഉണ്ട്, ഒരു ഫോൾട്ട് ഇവിടെ ഉണ്ട്, ഒരു ഫോൾട്ട് ഇവിടെ ഉണ്ട്, കണ്ടല്ലോ. അപ്പോൾ ഇവർ പറയുന്നത് മൂവ്സ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെന്നാണ്. ഒരു ഫോൾട്ട് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, ഒരു ഫോൾട്ടിൻ്റെ അപ്പുറത്തുള്ള ഒരാൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു, മറ്റൊരാൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുമ്പോൾ ഇതിനിടയിൽ ഒരു എനർജി, ഭയങ്കരമായിട്ടൊരു കംപ്രഷൻ ഫീൽ ചെയ്യും, അല്ലേ? ദി ഓവർലൈങ് സ്ട്രാറ്റ പ്രസ് ദം, ഇവരെന്ത് ചെയ്യാൻ തുടങ്ങും, നന്നായിട്ട് പ്രസ് ചെയ്യാൻ തുടങ്ങും പരസ്പരം. ദെൻ ഈ പ്രഷർ കാരണം ഇവരെന്ത് ചെയ്യാം, ഒരു പ്രസ് ചെയ്യുന്നുണ്ട്, ഇവിടെ ഒരു ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യാം, ഉറപ്പാണ് ഫ്രിക്ഷൻ ഡെവലപ്പ് ചെയ്യും. ഈ ഫ്രിക്ഷൻ കാരണം അവർ ലോക്കായി കുറേ നേരം ഇരിക്കും. വന്ന ഉടനെ തന്നെ ഫ്രീ ആയിട്ടൊന്നും മൂവ് ചെയ്യത്തില്ല. വന്ന് ഇവർ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് വന്ന് വളരെ സ്ട്രോങ് ആയിട്ട് പ്രസ്സായിരിക്കുവാണ്. ഫ്രിക്ഷനാണ് ആ പ്രസ്സായിരിക്കുന്നതിന് കാരണം. അങ്ങനെ പ്രഷർ ഇതിനകത്ത് എന്ത് ചെയ്യുന്നു, ബിൽഡപ്പായി നമ്മൾ കൊടുക്കുന്ന ഇതെല്ലാം എനർജിയാണല്ലോ. അപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കട്ടെ, നിങ്ങളൊരു ബോളിനെ എടുത്ത് നന്നായിട്ട് പ്രസ് ചെയ്യാണ്, ഉറപ്പായിട്ടും ആലോചിച്ച് നോക്ക്, ഈ നിങ്ങളുടെ കയ്യിലുള്ള എനർജി എല്ലാം നിങ്ങൾ എവിടെ കൊടുക്കുവാണ്, ബോളിൽ കൊടുക്കുവാണ്. അല്ലെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുക, 2 സ്പോഞ്ചിൻ്റെ പീസസ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പ്രസ് ചെയ്ത് നോക്കുക. അപ്പോൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കറിയാം ഈ സ്പോഞ്ചുകൾ ഇങ്ങോട്ടേക്ക് പ്രസ് ചെയ്തിരിക്കും. അപ്പോൾ ഇവർക്കിടയിൽ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവർ മൂവ് ചെയ്യാതെ കുറേ സമയം നിൽക്കും. സോ നിങ്ങളിൽ കൊടുക്കുന്ന പ്രസ്സിങ് എനർജി എല്ലാം ഈ പോയിന്റിൽ എന്ത് ചെയ്യപ്പെടും, സ്റ്റോർ ചെയ്യപ്പെടും. കുറേ കഴിയുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കൊടുക്കുന്ന എനർജി ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്യും, ഫ്രിക്ഷൻ എനർജിയെ ഓവർകം ചെയ്യും. ഫ്രിക്ഷനെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ് അടിയിലേക്കും മറ്റൊരു പ്ലേറ്റ് മുകളിലോട്ടേക്കും പോയി ഈ ഒരു രീതിയിൽ
മൂവ്മെൻറ്റ് സംഭവിക്കാം. അതിപ്പം ഏത് വേണമെങ്കിലും സംഭവിക്കാം കേട്ടോ. ഇവിടെ ഇത് ഇയാൾ താഴോട്ട് പോവാം, അല്ലെങ്കിൽ ഇയാൾ താഴോട്ട് പോവാം, ഏതെങ്കിലും ഒരെണ്ണം. അത് നമ്മളിപ്പോൾ പറഞ്ഞാൽ മതി. ഈ ഒരു ഫ്രിക്ഷനിൽ ലോക്കായി നിൽക്കുമായിരുന്നു. ആ ലോക്കായി നിൽക്കുന്ന ആളുകൾ എന്ത് ചെയ്യുന്നു, ഈ ഫ്രിക്ഷണൽ കുറേ സമയം നമ്മളിങ്ങനെ എനർജി, നമ്മളല്ല, ഇത് എർത്തിനകത്തുള്ള മാഗ്മയുടെ മൂവ്മെൻ്റ് ഒക്കെയാണ് ഇതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. നിങ്ങളിപ്പോൾ തൽക്കാലം അതിലോട്ട് പോകണ്ട. ഇത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. ഫ്രിക്ഷൻ കാരണം ഒരു ലോക്കായി നിൽക്കുന്നു കുറേ നേരം. അപ്പോഴേക്കും ഇതിനകത്ത് എന്ത് ബിൽഡപ്പ് ചെയ്യുന്നു, പ്രഷർ, എനർജി ബിൽഡപ്പ് ചെയ്യുന്നു. കുറേ കഴിയുമ്പോൾ ഈ ഉണ്ടാകുന്ന എനർജി ഇവിടെ ഉണ്ടാകുന്ന ഫ്രിക്ഷൻ ഓവർകം ചെയ്യുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റിൽ അടിയിലോട്ടും പോവും, ഏതെങ്കിലും ഒരു പ്ലേറ്റ് മുകളിലേക്കും പോവും. അപ്പോൾ ഈ ഒരു സഡനായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഇവിടെ എന്ത് സ്റ്റോർ ചെയ്യപ്പെട്ട എനർജി എന്ത് ചെയ്യപ്പെടും, റിലീസ് ചെയ്യപ്പെടും. സ്റ്റോർ ചെയ്ത എനർജി എന്ത് ചെയ്യും, റിലീസ് ചെയ്യപ്പെടും. ശരിയല്ലേ? അപ്പോൾ ഈ റിലീസാവുന്ന എനർജി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എർത്തിൻ്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് എനർജി റിലീസ് ആവുകയാണെങ്കിൽ ഈ എനർജിയാണ് വേവ്സിൻ്റെ രൂപത്തിൽ സഞ്ചരിക്കുക. ഇതാണ് എർത്ത് കേക്കിന് കാരണം. അപ്പോൾ മനസ്സിലായിക്കോണമല്ലോ. ഇങ്ങനെ ഫോൾട്ടിൻ്റെ പോയിന്റിൽ രണ്ട് പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു. അവർ ഫ്രിക്ഷൻ കാരണം ലോക്കായി നിൽക്കുന്നു. കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഇവിടെ എനർജി ബിൽഡപ്പായി നിൽക്കും. കുറേ കഴിയുമ്പോൾ ഈ എനർജി ആരെ ഓവർകം ചെയ്യും, ഫ്രിക്ഷനെ ഓവർകം ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും, ഇതിൽ ഏതെങ്കിലും ഒരു പ്ലേറ്റ് അടിയിലേക്കും മറ്റൊരു പ്ലേറ്റ് പുറത്തൂടെയും തെന്നിപ്പോവും. ആ സമയത്ത് എന്ത് സംഭവിക്കുക, ഇവിടെ നിന്ന് എനർജി റിലീസാവും. എനർജി റിലീസായി കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, എനർജി വേവ്സിൻ്റെ രൂപത്തിലാണോ പോകുന്നത്, അത് സർഫസിലെത്തും. ഉറപ്പായിട്ടും എർത്ത് എന്ത് ചെയ്യാൻ തുടങ്ങും, ഷേക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്തുണ്ടായി കഴിഞ്ഞു, എർത്ത് കേക്ക് ഉണ്ടായി തുടങ്ങി. സോ അങ്ങനെയാണ് എന്ത് ചെയ്യുക, എർത്ത് കേക്ക് ഉണ്ടാവും, അല്ലെങ്കിൽ എർത്ത് എന്ത് ചെയ്യുക, ഷേക്ക് ചെയ്യുക എന്ന് പറയുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു മക്കളെ, ഈ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല, പ്ലേറ്റുകൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഈ രീതിയിൽ മൂവ് ചെയ്തൂടെ. ഇവിടെ ഒരു പ്ലേറ്റിന് ഇങ്ങോട്ടും മറ്റൊരു പ്ലേറ്റ് ഇങ്ങോട്ടും മൂവ് ചെയ്യാം. ഫോൾട്ടിൻ്റെ അപ്പുറം ഇപ്പുറമുള്ള ഈ രീതിയിൽ ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യാം. ഇതൊരു കേസ്. രണ്ടാമത്തെ കേസ് ഈ രീതിയിൽ മൂവ് ചെയ്യാം. ശരിയല്ലേ? അടുത്ത് നമ്മൾ പേരൊക്കെ പഠിക്കും കേട്ടോ. മൂന്നാമത്തെ വേറൊരു രീതിയുണ്ട്. ഒരു പ്ലേറ്റ് ഇങ്ങോട്ടിരിക്കുന്നു, ഒരു പ്ലേറ്റ് ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും, ഹൊറിസോണ്ടലി, അതൊക്കെ നമ്മൾ അങ്ങോട്ട് പറയും. സോ ഈ മൂന്ന് രീതിയിലുള്ള മൂവ്മെൻറ്റിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം മക്കളെ, ഇതിൽ ഏത് രീതിയിലുള്ള മൂവ്മെൻറ്റ് നടന്നാലും, ഒന്നാമത്തെ രീതിയിലുള്ള മൂവ്മെൻറ്റ് നടന്നാലും, രണ്ടാമത്തെ രീതിയിലുള്ള മൂവ്മെൻറ്റ് നടന്നാലും, മൂന്നാമത്തെ രീതിയിലുള്ള മൂവ്മെൻറ്റ് നടന്നാലും എന്തുണ്ടാകും, എർത്ത് കേക്ക് ഉണ്ടാവും. മറക്കരുത്. പക്ഷേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിനകത്ത് പറയുന്നത് ഏത് ടൈപ്പ് മാത്രമാണ്, ഒന്നാമത്തെ ടൈപ്പ് മാത്രമാണ്. അതിന് കാരണം ഞാൻ ആൾറെഡി പറഞ്ഞായിരുന്നു. ലോകത്തിലുണ്ടാകുന്ന എർത്ത് കേക്കുകളിൽ 80% അതിന് മുകളിൽ, 80% മുകളിൽ എർത്ത് കേക്കുകൾ ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്, ഈ പറഞ്ഞ ആദ്യത്തെ കണ്ടീഷൻ. അതുകൊണ്ടാണ് NCERT ഇത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, ഇങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ മൂവ് ചെയ്താൽ മാത്രമേ എന്ത് ഉണ്ടാവുകയുള്ളൂ, എർത്ത് കേക്ക് ഉണ്ടാകുകയുള്ളൂ എന്ന് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, തെറ്റിദ്ധരിക്കരുത്. ഓക്കെ, ഈ മൂന്ന് രീതിയിലുള്ള മൂവ്മെൻറ്റ്സ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ മൂന്ന് രീതിയിൽ എന്ത് ചെയ്താലും, മൂവ് ചെയ്താൽ എന്ത് ഉണ്ടാവും, എർത്ത് കേക്ക് ഉണ്ടാവും. അതിൽ ഈ ആദ്യത്തെ കേസിലാണ് ഏറ്റവും കൂടുതൽ എർത്ത് കേക്കിനുള്ള സാധ്യത കൂടുതൽ, അല്ലെങ്കിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ എർത്ത് കേക്ക് ഉണ്ടാകുന്നത് ഈ ഒരു രീതിയിലാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ ഇത് വായിച്ചിട്ടുള്ളവരൊക്കെ ഡൗട്ടായിട്ടുള്ളൊരു സംഭവമാണ്. ഇങ്ങനെ പറയുന്നുണ്ട്, പക്ഷെ എന്നിട്ട് വേറെ പല രീതിയിൽ എർത്ത് കേക്ക് ഉണ്ടാകുന്നു എന്നൊക്കെ നിങ്ങൾ ന്യൂസ് പേപ്പർ വായിക്കുമ്പോഴൊക്കെ നിങ്ങൾക്കൊരു കൺഫ്യൂഷനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ഇപ്പം തന്നെ അത് ഉറപ്പിച്ച് വയ്ക്കുക. പ്ലേറ്റുകൾ ഏത് തരത്തിൽ മൂവ് ചെയ്താലും എന്ത് ചെയ്യും, എർത്ത് കേക്ക് ഉണ്ടാവും. പക്ഷേ നമ്മുടെ NCERT എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന എർത്ത് കേക്കിൻ്റെ ഒരു സിനാരിയോ എന്ന് പറയുന്നത് ഈ ഒരു കേസ് മാത്രമാണ്. അത് കാരണം ഉണ്ടാകുന്നതിൽ ഏറ്റവും കൂടുതൽ ടൈപ്പ് ഈ ആദ്യത്തെ കേസാണ്. ഓക്കെ അല്ലേ മക്കളെ? ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഇനി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പിക്ടോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നുള്ളൂ, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി, എർത്തിൻ്റെ ഒരു ബോഡിയുണ്ട്. ബോഡിയിൽ ഏതോ ഒരു പോയിന്റിൽ എന്ത് ചെയ്തു, എനർജി റിലീസായി. എനർജി റിലീസാവുന്നതിൻ്റെ കാരണം നമ്മൾ എന്ത് ചെയ്ത് കഴിഞ്ഞു, ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. സംശയമുള്ളവർ ഒന്നുകൂടി നോക്കുക, കേൾക്കുക, എന്നിട്ട് അടുത്ത സ്ലൈഡിലോട്ട് വരിക. അപ്പോൾ ഏത് പോയിന്റിലാണോ എനർജി റിലീസായത്, ഈ പോയിന്റിൽ നിന്നാണ് എനർജി റിലീസായെങ്കിൽ അവനെ നമ്മൾ വിളിക്കുന്നവരാണ് ഹൈപ്പോ സെൻറ്റർ. മറന്നു പോകരുത്, ഹൈപ്പോ സെൻറ്റർ അല്ലെങ്കിൽ നമ്മൾ അവനെ ഫോക്കസ് എന്ന് പറയും, ഓർ ഫോക്കസ്. ഹൈപ്പോ സെൻറ്ററിൻ്റെ മറ്റൊരു പേരാണ് മക്കളെ ഫോക്കസ്. മറക്കരുത്. അപ്പോൾ ഹൈപ്പോ സെൻറ്റർ എന്താ, ഏത് പോയിന്റിലാണോ, എർത്തിൻ്റെ ഉള്ളിൽ ഏതോ ഒരു പോയിന്റിൽ നിന്നല്ലേ എനർജി റിലീസ് ആവുന്നത്, ആ ഏത് പോയിന്റിൽ നിന്നാണോ എനർജി റിലീസായത്, ആ എനർജി റിലീസായ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പോ സെൻറ്റർ. അതിനെ നമ്മൾ എന്തെന്നും പറയാറുണ്ട് മക്കളെ, ഫോക്കസ് എന്നും പറയും. ഇനി നിങ്ങൾ നോക്കിയാണ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയേ. ഇവിടെ എർത്തുണ്ട്. ഇത് എർത്തിൻ്റെ ബോഡിയിൽ ഏതോ ഒരു പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു,
എനർജി എന്ത് ചെയ്യുന്നു, റിലീസ് ആവുന്നു. ഇതിന് നമ്മൾ എന്ത് പറയുന്നതാ, ഹൈപ്പോ സെൻറ്റർ എന്നോ അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയുന്നു, ഫോക്കസ് എന്നോ പറയുന്നു. ഇതിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സർഫസിലെ പോയിന്റ്, ചിലപ്പോൾ അത് ഇതായിരിക്കാം, ചിലപ്പോൾ ഈ പോയിന്റ് ആയിരിക്കാം, ചിലപ്പോൾ ഈ പോയിന്റ് ആയിരിക്കാം. അത് എർത്ത് പോയിന്റോട്ട് നിങ്ങൾ മെഷർ ചെയ്യുമ്പോഴാണ് ഏറ്റവും സർഫസിലുള്ള ഏറ്റവും നിയറസ്റ്റ് പോയിന്റ്. ഇപ്പം ഞാനൊരു കാര്യം ചെയ്യാം, ഇവിടെ ഞാൻ കുറച്ച് പോയിന്റുകളെ മാർക്ക് ചെയ്യും. ഇത് ഒന്നാമത്തെ പോയിന്റ്, ഇത് രണ്ടാമത്തെ പോയിന്റ്, ഇത് മൂന്നാമത്തെ പോയിന്റ്, അങ്ങനെ ഒരുപാട് പോയിന്റുകൾ വരുമല്ലോ. ഇതിൽ ഏത് പോയിന്റാണോ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ളത്, അതായത് നമ്മുടെ ഹൈപ്പോ സെൻറ്ററിന് ഏറ്റവും ക്ലോസർ ആയിട്ടുള്ള സർഫസിലെ പോയിന്റ്, എർത്തിൻ്റെ സർഫസിലുള്ള പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ എപ്പി സെൻറ്റർ. മറക്കരുത്, ദിസ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഈസ് ആൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഏതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ മക്കളെ രണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഓക്കെ, അപ്പോൾ എപ്പി സെൻറ്റർ മറക്കരുത്. ഹൈപ്പോ സെൻറ്ററിന് ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള സർഫസിലെ പോയിന്റിനാണ് നമ്മൾ എന്ത് പറയുക, എപ്പി സെൻറ്റർ എന്ന് പറയുക. ഈ വേവ്സ് ഏറ്റവും ആദ്യം എത്തുന്നതും വേവ്സിൻ്റെ ഇൻഫ്ലുവൻസ് ഏറ്റവും കൂടുതലുള്ളത് എവിടെയായിരിക്കും, ഈ പോയിന്റിലായിരിക്കും. മറന്നു പോകരുത്. ഈ എപ്പി സെൻറ്ററിൽ നിന്ന് ദൂരെ പോകുന്തോറും എർത്ത് കേക്കിൻ്റെ ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യും, കുറഞ്ഞു വരും. നമ്മൾ ഈ ഒരു എർത്തിൻ്റെ സർഫസിലുണ്ടാകുന്ന അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന വൈബ്രേഷനെ നമ്മൾ മെഷർ ചെയ്യുന്നൊരു സ്റ്റാൻഡേർഡൈസ്ഡ് പോയിന്റ് എപ്പി സെൻറ്റർ ആണ്. അതെന്തല്ല, ഹൈപ്പോ സെൻറ്റർ അല്ല, മറന്നു പോകരുത്. നിങ്ങൾക്കറിയാമല്ലോ, സെയ്സ്മോഗ്രാഫ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. എല്ലാവരും സെയ്സ്മോഗ്രാഫ് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താണ്, നമ്മുടെ എർത്ത് കേക്ക് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്തുവാ, സെയ്സ്മോഗ്രാഫ്. സെയ്സ്മോഗ്രാഫിലുള്ള മെഷർമെൻറ്റിനെ ബേസ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ കാൽക്കുലേഷനൊക്കെ ബേസ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, സ്റ്റാൻഡേർഡൈസ്ഡ് പോയിന്റ് എപ്പി സെൻറ്റർ ആണ്. ഏതല്ല, ഹൈപ്പോ സെൻറ്റർ അല്ല. അത് UPSC അങ്ങനെ ചോദിക്കാറൊന്നുമില്ല, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക, ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ക്ലിയർ ആണല്ലോ, മറക്കരുത്. അപ്പോൾ എന്താണ് ഹൈപ്പോ സെൻറ്റർ എന്നും എന്താണ് എപ്പി സെൻറ്റർ എന്നും മനസ്സിലാക്കിയിരിക്കുക. ഹൈപ്പോ സെൻറ്റർ ബോഡിക്ക് ഉള്ളിലുള്ളതാണ്, എർത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. എപ്പി സെൻറ്റർ എവിടെയുള്ളതാണ്, പുറത്തുള്ളതാണ്. അതായത് ഹൈപ്പോ സെൻറ്ററിന് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള. സോ ദിസ് എ ഫസ്റ്റ് വൺ ടു എക്സ്പീരിയൻസ് ദ വേവ്സ്. ഓൾറെഡി ഐ ഹാവ് ഡിസ്കസ്ഡ് ആൻഡ് പോയിന്റ് ഡയറക്ട്ലി അബവ് ദ ഫോക്കസ്. ദാറ്റ് ഈസ് ദ ക്ലോസസ്റ്റ് ഡിസ്റ്റൻസ്. ഓക്കെ, സോ ഏറ്റവും തൊട്ടടുത്തുള്ള എപ്പി സെൻറ്റർ എന്ന് പറയുന്നത് ഹൈപ്പോ സെൻറ്ററിന് ഏറ്റവും അടുത്തുള്ള പോയിന്റ്. ക്ലിയർ അല്ലേ? നമ്മൾ അടുത്ത സ്ലൈഡിലോട്ട് പോകണം. നമ്മളൊരു പിക്ടോറിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. കേൾക്കുക. ഇവിടെ കണ്ടോ, ഒരു ക്രസ്റ്റിലൊരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാം, കണ്ടില്ലേ? ഒരു ക്രാക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? ഒരു ക്രാക്ക് ഇവിടെ കിടക്കുന്നുണ്ട്. ഈ ഒരു ലൈനിനെ നമുക്ക് ഫോൾട്ട് ലൈൻ എന്ന് പറയാം കേട്ടോ, ഫോൾട്ട് ലൈൻ. ഇതൊരു പ്ലെയിൻ ആയിട്ടല്ലേ മക്കളെ ഇരിക്കുക, കാരണം ഇങ്ങനെ ഇരിക്കുക, ഇതൊരു പ്ലെയിൻ പോലെ ഇരിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്കിത് ഈ ഒരു പ്ലെയിനിനെ ഇതൊരു പ്രതലമായിട്ട് എടുത്താൽ, ഒരു പ്ലെയിനായിട്ട് എടുത്താൽ നമുക്കതിനെ എന്ത് പറയാം, ഫോൾട്ട് പ്ലെയിൻ എന്ന് പറയാം. എന്ത് പറയാം, ഫോൾട്ട് പ്ലെയിൻ. മറക്കരുത്, ഇതൊരു ലൈനാണല്ലോ. ആ ലൈൻ മാത്രം പരിഗണിച്ചാൽ ഫോൾട്ട് ലൈൻ എന്ന് പറയാം. ഇതിനെ നിങ്ങൾ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കടാ, നിങ്ങൾക്ക് ചറക്കി കളിക്കാൻ പറ്റുന്ന, സ്ലിപ്പ് ചെയ്ത് കളിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ചരിഞ്ഞ പ്രതലമല്ലേ, ചരിഞ്ഞ പ്രതലത്തിനെയാണ് നമ്മൾ പ്ലെയിൻ എന്ന് പറയുക ഇംഗ്ലീഷിൽ. അപ്പോൾ നമുക്ക് ഫോൾട്ട് പ്ലെയിൻ എന്നും പറയാം. ആ ഒരു ലൈൻ മാത്രം പരിഗണിച്ചാൽ നമുക്കതിനെ ഫോൾട്ട് ലൈൻ എന്നും പറയാം. കേട്ടല്ലോ? ഓക്കെ, അപ്പോൾ കണ്ടോ, ഈ ഫോൾട്ട് ലൈനിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആണ് എനർജി റിലീസ് ആവുകയാണെങ്കിലാണ് കേട്ടോ എർത്ത് കേക്ക് ഉണ്ടാവുക. അപ്പോൾ ആ പോയിന്റ് നമ്മൾ ഹൈപ്പോ സെൻറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ നമ്മൾ എന്താ ഫോക്കസ് എന്ന് പറയുക. ഏറ്റവും മുകളിലെ പോയിന്റ് നമ്മൾ എപ്പി സെൻറ്റർ എന്നാണ് പറയുക. ക്ലിയർ അല്ലേ? ഇനി ഇപ്പോൾ ഞാൻ തന്നിരിക്കുന്നത് എർത്തിൻ്റെ ഒരു സ്ട്രക്ചറാണ്. സോ നിങ്ങൾ മനസ്സിലാക്കുക, ഇതിനകത്തുനിന്ന് ഏറ്റവും പുറത്തുള്ള പോയിന്റിന് നമ്മൾ പറയുന്നത് ക്രസ്റ്റ് എന്നാണ് കേട്ടോ, ക്രസ്റ്റ്. ഈ ക്രസ്റ്റിന് ശേഷം മാൻഡിലുണ്ട്, മാൻഡിലിന് ശേഷം ഔട്ടർ കോറുണ്ട്, അതിനുശേഷം ഇന്നർ കോറുണ്ട്. മറന്നു പോകരുത്, ഈ ഔട്ടർ കോറ് ലിക്വിഡ് സ്റ്റേറ്റിലാണ്, ഇന്നർ കോറ് സോളിഡ് സ്റ്റേറ്റിലാണ്. അത് തെറ്റിദ്ധരിക്കരുത് കേട്ടോ, ഐ വിൽ എക്സ്പ്ലെയിൻ. ഇനി ലിത്തോസ്ഫിയർ എന്ന് പറഞ്ഞാൽ ഈ ക്രസ്റ്റ് പ്ലസ് നമ്മളെ മാൻഡിലിൻ്റെ കുറച്ച് പോർഷൻ കൂടി, അതിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് ഒക്കെ ഉണ്ട്. സോ നമ്മൾ ഈ എർത്ത് കേക്കിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് ഞാനെക്കുറിച്ച് ഡെപ്തിൽ പറയുന്നില്ല. ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത് ക്രസ്റ്റും മാൻഡിലിൻ്റെയും കുറച്ച് പോർഷൻ ചേർന്നിട്ടുള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുക, ലിത്തോസ്ഫിയർ എന്ന് പറയുന്നത്. മറക്കരുത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞൊരു കാര്യം ശ്രദ്ധിക്കുക, ഔട്ടർ കോറ് ലിക്വിഡ് സ്റ്റേറ്റിലും ഇന്നർ കോറ് സോളിഡ് സ്റ്റേറ്റിലുമാണ്. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്കൊരു കുറച്ചൊക്കെ ചിന്തിച്ചിട്ടുള്ളവർക്കൊരു ഡൗട്ട് തോന്നാം, എർത്തിൻ്റെ ഉള്ളിലോട്ട് പോകുമ്പോൾ പ്രഷർ കൂടുന്നു നിങ്ങൾക്കറിയാലോ. എർത്തിൻ്റെ മുകളിൽ നിന്ന് ഉള്ളിലോട്ട് പോകുന്തോറും എന്ത് കൂടുന്നുണ്ട്,
പ്രഷർ കൂടുന്നുണ്ട്. അപ്പോൾ ഔട്ടർ കോറിലുള്ളതിനേക്കാൾ പ്രഷർ കൂടുതലായിരിക്കും ഇന്നർ കോറിൽ. ഒരു പോയിന്റ്. ഓക്കെ, പ്രഷർ ഓഫ് ഡൗട്ട് ഇത് നമ്മളെ ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടതല്ലെങ്കിൽ ഞാൻ പറയുകയാണ് കേട്ടോ, ഡൗട്ട് വയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാം ഈ ഇന്നർ കോർ സോളിഡും ഔട്ടർ കോർ ലിക്വിഡുമാണ്. അതെന്താണ് കാരണം എന്നാണ് പറയുന്നത്. ഞാൻ കാര്യം ശ്രദ്ധിച്ചോ. ഒന്നാമത്തെ പോയിന്റ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, പ്രഷർ നോക്കിക്കഴിഞ്ഞാൽ മുകളിൽ നിന്ന് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഉള്ളിലോട്ട് പോകുന്നവരും പ്രഷർ കൂടിയാണ് വരിക. കാരണം ഏറ്റവും വെയിറ്റ് കൂടുന്നവരാണല്ലോ, താഴോട്ട് വരുമ്പോഴാണല്ലോ കൂടുതൽ സർഫസ് ലോഡ് വരിക. അപ്പോൾ പ്രഷർ ഉറപ്പായിട്ട് കൂടും. അപ്പോൾ പ്രഷർ ഓഫ് ഇന്നർ കോർ ഈസ് ഗ്രേറ്റർ ദാൻ പ്രഷർ ഓഫ് ഔട്ടർ കോർ. ശരിയല്ലേ? ഇനി ടെമ്പറേച്ചറിനെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയണം, ടെമ്പറേച്ചർ എന്ത് ചെയ്യുക, മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതോറും എന്ത് കൂടി വരും, ടെമ്പറേച്ചർ കൂടി വരും. അപ്പോൾ നിങ്ങൾക്ക് പറയാം ടെമ്പറേച്ചർ ഓഫ് ഇന്നർ കോർ ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്, ടെമ്പറേച്ചർ ഓഫ് ഔട്ടർ കോർ. അപ്പോൾ അകത്ത് വരുന്ന കേസിൽ ടെമ്പറേച്ചറും കൂടുതലാണ്, അവിടെ എന്തും കൂടുതലാണ്, പ്രഷറും കൂടുതലാണ്. നിങ്ങൾ ആലോചിക്കുക, ഏതെങ്കിലും ഒരു സ്ഥലത്ത് ടെമ്പറേച്ചറിനെ ഓവർകം ചെയ്യാൻ പ്രഷറിന് പറ്റിയാൽ എന്തായിരിക്കും അവസ്ഥ, അത് സോളിഡ് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ പറയുന്ന ഇന്നർ കോറിൻ്റെ പ്രഷർ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ്. അതുകൊണ്ടാണ് ടെമ്പറേച്ചർ വലുതാണെങ്കിൽ പോലും, നിങ്ങൾക്കറിയാലോ ടെമ്പറേച്ചർ വലുതാകുമ്പോൾ നോർമലി എന്താവണം, സോളിഡ് എന്താവും, ലിക്വിഡ് ആവും. നിങ്ങൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സോളിഡ് ലിക്വിഡ് ആവും, ലിക്വിഡ് എന്താവും, ഗ്യാസ് ആവും. അപ്പോൾ ഇന്നർ കോറിൽ ഹൈ ടെമ്പറേച്ചർ ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. അതൊരു ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഇന്നർ കോറിൽ ഹൈ ടെമ്പറേച്ചർ തന്നെയാണ്. പക്ഷേ ആ ഹൈ ടെമ്പറേച്ചറിനെ ഈ പ്രഷർ മാനേജ് ചെയ്യുന്നതുകൊണ്ടാണ്, കോമ്പൻസേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഇന്നർ കോർ എന്തായിട്ട് നിൽക്കുന്നത്, സോളിഡായിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഔട്ടർ കോർ ലിക്വിഡ് ആവുകയും എന്തുകൊണ്ടാണ് അതിനേക്കാൾ ഉള്ളിലുള്ള, അതിനേക്കാൾ ടെമ്പറേച്ചർ കൂടിയ ഇന്നർ കോർ സോളിഡായി നിൽക്കുന്നത് എന്തുകൊണ്ടും എന്തെന്നും ചോദിച്ചാൽ എൻ്റെ റീസൺ ഇതാണ്. അവിടുത്തെ ഇന്നർ കോറിൻ്റെ പ്രഷർ എന്ത് ചെയ്യുന്നുണ്ട്, ആ ടെമ്പറേച്ചറിനെ ഓവർകം ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ജസ്റ്റ് അറിഞ്ഞിരിക്കുക, നമ്മൾ ഈ ടോപ്പിക്കിലുള്ളതല്ല എങ്കിലും ഞാൻ ആ ഒരു ഫ്ലോയിൽ പറഞ്ഞതാണ്, മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ ആണല്ലോ, ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കുക. മനസ്സിലായി എന്ന് കരുതുന്നു. നമുക്ക് അടുത്തതിലോട്ട് പോവാം. സോ നെക്സ്റ്റ്, ഫോൾട്ടും പ്ലേറ്റ് ബൗണ്ടറീസും. ഞാൻ പറഞ്ഞല്ലോ, ഫോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എർത്തിൻ്റെ ക്രസ്റ്റിലുള്ള എല്ലാ ക്രാക്കുകളെയും, എല്ലാ വിടവുകളെയും നമുക്ക് എന്തെന്ന് പറയാം, ഫോൾട്ട് എന്ന് പറയാം. പ്ലേറ്റ് ബൗണ്ടറീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റുകൾക്ക് ഇടയിലുള്ള ഫോൾട്ടുകളെ മാത്രം, ക്രാക്കുകളെ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, പ്ലേറ്റ് ബൗണ്ടറീസ് എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. സോ ഞാനതിവിടെ കാണിച്ചു തരാം. നിങ്ങൾ നോക്കി നോക്കടാ, ഒന്ന് ഇവിടെ നോക്കടാ, യുറേഷ്യൻ പ്ലേറ്റ് കണ്ടോ, യുറേഷ്യൻ പ്ലേറ്റ്. അടുത്ത് ഇവിടെ ഒരു പെസിഫിക് പ്ലേറ്റ് ഉണ്ട്, ദെൻ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഉണ്ട്. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ബൗണ്ടറീസ് ആണ്. ഈ കാണിച്ചിരിക്കുന്നതൊക്കെ ബൗണ്ടറീസ് ആണ്. അത് പലതരത്തിലുള്ള ബൗണ്ടറീസ് ഉണ്ട്. ഞാൻ പഠിപ്പിച്ചതിന് ശേഷം എന്താണ് ഓരോ ബൗണ്ടറീസ്, നിങ്ങളത് ഇവിടെ കാണിക്കുന്നതൊക്കെ ബൗണ്ടറീസ് ആണ്. കണ്ടോ? അപ്പോൾ ഇതിനൊക്കെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. എർത്ത് കിക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇത് പഠിച്ചേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് എന്തിൻ്റെ ബൗണ്ടറീസാ, ഇതൊക്കെ ഏത് തമ്മിലുള്ള ബൗണ്ടറീസാ, ടെക്ടോണിക് പ്ലേറ്റുകൾ തമ്മിലുള്ള ബൗണ്ടറീസ് ആണ് ഈ കാണിച്ചിരിക്കുന്നതെല്ലാം. ഞാൻ ചോദിക്കട്ടെ, ഈ യുറേഷ്യൻ പ്ലേറ്റിനകത്ത് തന്നെ ഒരു ക്രാക്ക് വന്നൂടെ? വരാം. ഇപ്പം ചിലപ്പോൾ നമുക്ക് എല്ലാ പോയിന്റിലുള്ള ക്രാക്കുകളും നിലവിൽ കണ്ടുപിടിച്ചിട്ടുണ്ടാവണം നിർബന്ധമൊന്നുമില്ല. ഇനിയും പുതിയ ക്രാക്സുകളൊക്കെ കണ്ടുപിടിക്കാം. നാച്ചുറലി ചില സ്ഥലത്ത് വലിയ വലിയ ക്രാക്സുകൾ കാണാനായിട്ടൊക്കെ പറ്റും. ഓക്കെ, മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഒരു പ്ലേറ്റിനകത്തുള്ള ക്രാക്കിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുക, ഫോൾട്ട് എന്ന് പറയാൻ പറ്റുക. അത് ഫോൾട്ട് എന്ന് മാത്രം പറയാൻ പറ്റുന്നത്. പക്ഷെ ഈ പറയുന്ന ബൗണ്ടറികൾക്ക്, നമ്മുടെ ടെക്ടോണിക് പ്ലേറ്റുകൾക്കിടയിലുള്ള ഈ പറയുന്ന ഫോൾട്ടുകളെ നമുക്ക് എന്ത് പറയാം, ഫോൾട്ടുകൾ തന്നെയാണ്. അവരെന്തുമാണ്, പക്ഷേ നമ്മുടെ പ്ലേറ്റ് ബൗണ്ടറീസും ആണ്. അപ്പോൾ ഞാൻ ആ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. എല്ലാ ഫോൾട്ടുകളും എന്തല്ല, ബൗണ്ടറീസ് അല്ല, പക്ഷെ എല്ലാ ബൗണ്ടറീസും എന്താണ്, ഫോൾട്ടുകളാണ്. കേട്ടല്ലോ? ഓക്കെ, ഇനി നമുക്ക് ഡിഫറെൻ്റ് തരത്തിലുള്ള ഫോൾട്ടുകളും പ്ലേറ്റ് ബൗണ്ടറീസുകളുമാണ് പഠിക്കാനുള്ളത്. കേൾക്കുക, ശ്രദ്ധിച്ചിരിക്കുക, മനസ്സിലാക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഫോൾട്ടിനെ നോർമൽ ഫോൾട്ട് എന്ന് പറയാറുണ്ട്, റിവേഴ്സ് ഫോൾട്ട് എന്ന് പറയാറുണ്ട്, സ്ട്രൈക്ക് ആൻഡ് സ്ലിപ്പ് ഫോൾട്ട് എന്ന് പറയാറുണ്ട്. നോർമൽ ഫോൾട്ട് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇവിടെ നോക്കിക്കോ, ഇത് ഒരു നോർമൽ ഫോൾട്ടാണ്. നോർമൽ ഫോൾട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുമോടാ. ഇതാ ഇവിടെ ഈ വരച്ചിരിക്കുന്നതാണ്, ഇവിടെ നിങ്ങൾ കാണാൻ പറ്റുന്നതാണ് ഫോൾട്ട് പ്ലെയിൻ എന്ന് പറയാൻ പറ്റുന്നത്. ഫോൾട്ട് പ്ലെയിൻ.
ഈ ഫോൾട്ട് പ്ലെയിൻ ഇപ്പം ഞാൻ ജസ്റ്റ് വേറൊരു നിങ്ങൾക്കൊരു ഫിഗർ വരച്ചു തരാം. നോക്കിക്കേ, ചേർന്നിരിക്കുന്ന കേട്ടോ ഞാൻ വരയ്ക്കുന്നത്, ചേർന്നിരിക്കുന്നതാണ് വരയ്ക്കുന്നത്. ഇവിടെ ഞാൻ വരയ്ക്കുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, ഇതാണ് ഫോൾട്ട്, ഇതാണ് ഫോൾട്ട്. ഇപ്പുറത്തൊരു പ്ലേറ്റ് ഉണ്ട്, ഇപ്പുറത്തൊരു പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ച് നോക്കടാ. ഈ പറയുന്ന ഇതാണ് ലൈനെങ്കിൽ ഈ ലൈനിൻ്റെ മുകളിലിരിക്കുന്നത് ഇതല്ലേ? ഞാൻ ഈ 1 നമ്പർ ഇടുന്നതാണ്. ഇതിൻ്റെ താഴെ ഇരിക്കുന്നത് ഇതാണ്, ഈ ലൈനിൻ്റെ താഴെ. ഓക്കെ, ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്ത് നോക്കുക. ഈ ലൈൻ നിങ്ങൾ ഒന്ന് ചരിച്ച് വരച്ചാൽ ചരിച്ചിൻ്റെ മുകളിലിരിക്കുന്നത് ഒന്നാമത്തതും താഴെ ഇരിക്കുന്നത് രണ്ടാമത്തതും. ഓക്കെ, അപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെ എനർജി റിലീസാവുന്ന സമയത്തിൽ എന്ത് ചെയ്യാം, ഇവിടെ എങ്ങനെയാണ് സംഭവിക്കുക എന്നറിയാവോ? ഈ പറയുന്ന എബോവ് ആർക്കുള്ള ഈ ഫോൾട്ട് ലൈൻ അല്ലെങ്കിൽ ഫോൾട്ട് പ്ലെയിനിന് മുകളിലുള്ള എബോവ് ഉള്ള ആൾ എന്ത് ചെയ്യും, താഴേക്ക് പോകും, ഡൗൺ ആയിട്ട് പോവുകയും ചെയ്യും. മറ്റേ ആൾ മുകളിലോട്ട്, അല്ലെങ്കിൽ അയാൾ അങ്ങനെ തന്നെ ഇരിക്കുകയും ചെയ്യും. അതിനെയാണ് നമ്മൾ പറയുന്നത് നോർമൽ ഫോൾട്ട് ലൈൻ എന്നാണ് പറയുക. എന്താ പറയുക? നോർമൽ ഫോൾട്ട് ലൈൻ. അതായത് നോർമൽ ഫോൾട്ട് ലൈനിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കണം, മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ഫോൾട്ട് ലൈനിന് അല്ലെങ്കിൽ ഫോൾട്ടിൻ്റെ പ്ലെയിനിന് മുകളിലുള്ള ആൾ, ആ മുകളിലുള്ള ആൾ തെറ്റിപ്പോരുത് കേട്ടോ. എബോ ബിലോ ആൾ ജസ്റ്റ് ഒന്ന് നോക്കുക. നിങ്ങളൊരു ലൈൻ വരച്ചിട്ട് ഈ സൈഡിൽ ഇരിക്കുന്ന ആളെ എബോ എന്നും പറയും, ഇതിൻ്റെ താഴെ ഇരിക്കുന്ന ആളിനെ നമ്മൾ എന്നും പറയും, ബിലോ എന്നും പറയും. അപ്പം അങ്ങനെയാണ്. അപ്പോൾ ഫോൾട്ട് ലൈനിന് മുകളിലുള്ള ആൾ എന്ത് ചെയ്യും, താഴേക്കും പോവും. ഫോൾട്ട് ലൈനിന് താഴെയുള്ള ആൾ അങ്ങനെ തന്നെ ഇരിക്കുക, അല്ലെങ്കിൽ കുറച്ച് മുകളിലോട്ട് മൂവ് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ അതിന് നമ്മൾ എന്താ പറയുക, സാധാരണത്തിൽ അങ്ങനെയല്ലേ സംഭവിക്കുക. അതിന് കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞില്ല. ഫിഗറിൽ നിങ്ങൾ നോക്കി നോക്ക്. ഇവിടെ ഈ ഇയാളുടെ ബേസ് വീതി കുറവാണ്, ചരിവാണ്. നിങ്ങളൊരു ഇവിടെയാണ് ഇയാളുടെ ബേസിൻ്റെ കുറച്ച് ഏരിയ കൂടുതലാണ്. ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. അപ്പം നോർമലി സംഭവിക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഇത് കുറഞ്ഞ ആളായിരിക്കും എന്ത് ചെയ്യാൻ സാധ്യത, താഴേക്ക് പോകാനുള്ള സാധ്യത. അയാൾ സ്ലിപ്പ് ചെയ്ത് പോകും. അതാണ് നോർമൽ സംഭവം. നോർമലി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇവർ മൂവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഇടയിലുള്ള സ്പേസ് കൂടും, ഗ്യാപ്പ് കൂടും. അപ്പോൾ ഗ്യാപ്പ് കൂടുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുക, എക്സ്റ്റൻഷനാണ് സംഭവിക്കുക. എന്താ സംഭവിക്കുക, എക്സ്റ്റൻഷൻ. നിങ്ങളൊരു റബ്ബർ ബാൻഡ് ഇങ്ങനെ ഇരിക്കുവാണ്, ഇയാൾ എന്ത് ചെയ്യുക, വലിച്ച് രണ്ട് സൈഡിൽ നിന്നും വലിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് എന്താ സംഭവിക്കുക, അവിടെ കുറച്ച് എക്സ്റ്റൻഷൻ സംഭവിക്കും. മറന്നു പോകരുത്. അപ്പം നോർമൽ ഫോൾട്ട് ലൈനിൽ സംഭവിക്കുന്നത് എന്താണ്, എക്സ്റ്റൻഷനാണ്. സോ ഈ ഫോൾട്ട് ലൈൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ ഫോൾട്ട് ലൈനിൻ്റെ ടൈപ്പ് മനസ്സിലാക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഫോൾട്ടുകളുടെ ടൈപ്പ് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ഈ ഫോൾട്ട് ലൈൻ ഒന്ന് മനസ്സിലാക്കണം. ഫോൾട്ട് ലൈനിൻ്റെ മുകളിലുള്ള ആളെ എങ്ങനെ മനസ്സിലാക്കണം, ഫോൾട്ട് ലൈനിൻ്റെ ബിലോ, അത് ഞാൻ ഈ വരച്ചത് വെച്ചൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. അടുത്ത് ഇനി റിവേഴ്സ് ഉണ്ട്, നേരെ ഓപ്പോസിറ്റ് സംഭവിക്കുന്നത്. അതായത് ഇവിടെ നോക്കടാ, ഫോൾട്ട് ലൈനിൻ്റെ മുകളിലുള്ള ആൾ എന്ത് ചെയ്യുന്നു, ഫോൾട്ട് ലൈനിൻ്റെ മുകളിലുള്ള നോർമലി സംഭവിക്കുന്നതിൻ്റെ എഗെയിൻസ്റ്റ് ഫോൾട്ട് ലൈനിൻ്റെ മുകളിലുള്ള ആൾ മുകളിലോട്ടും അപ് ത്രോൺ ചെയ്യുകയും ഫോൾട്ട് ലൈനിൻ്റെ താഴെയുള്ള ആൾ താഴേക്ക് പോവുകയും ചെയ്യുന്നു. അവിടെ നിങ്ങൾ ആലോചിക്കുക, ഇയാൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, ഇയാൾ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പോൾ എന്താ ചെയ്യുക, ഇത് കംപ്രഷനാണ് ചെയ്യുക, ഇവിടെ ചുരുങ്ങുകയാണ് ചെയ്യുക, കംപ്രഷനാണ് സംഭവിക്കുന്നത്. മറന്നു പോകരുത്. അവർ നോർമൽ ഫോൾട്ടിലാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്, എക്സ്റ്റൻഷനാണ്. റിവേഴ്സ് ഫോൾട്ടിലാണെങ്കിൽ സംഭവിക്കുന്നത് എന്താണ്, കംപ്രഷനാണ്. ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. അതായത് എക്സ്റ്റൻഷൻ സംഭവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫിസിക്കൽ ഫീച്ചർ ആയിരിക്കില്ല, അല്ലെങ്കിൽ സംഭവങ്ങളായിരിക്കില്ല, അല്ലെങ്കിൽ അതുമായിട്ട് അനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങളാവണമെന്നില്ല, കംപ്രഷൻ. സോ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, മനസ്സിലാക്കുക. ഇത് ഈ പോയിന്റ് ക്ലിയർ ആയിട്ട് എബോ ദ ഫോൾട്ട് ലൈനും ബിലോ ഫോൾട്ട് ലൈനും നോക്കിയിട്ട് സ്വന്തമായിട്ടൊന്ന് വരച്ച് നോക്കുക, ക്ലിയർ ആവും. ഇനി ഇതും കംപ്രഷൻ തന്നെയാണ്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ പറഞ്ഞ ബിലോ ദ ഫോൾട്ട് ലൈൻ അല്ലെങ്കിൽ ഫോൾട്ടിൻ്റെ പ്ലെയിനിൻ്റെ ബിലോ ഉള്ള ആൾ അല്പം കർവ്ഡ് ആയിട്ടുള്ള സർഫസ് ആണെങ്കിൽ ഈ രീതിയിൽ സംഭവിക്കാം. അതും എന്ത് തന്നെയാണ് സംഭവിക്കുന്നത്, നമ്മൾ ത്രസ്റ്റ് എന്നാ പറയുക, സംഭവം ഏത് തന്നെയാണ്, കംപ്രഷൻ തന്നെയാണ് അവിടെയും സംഭവിക്കുക, മറന്നു പോകരുത്. ദെൻ അടുത്താണ് ട്രാൻസ്ഫോം. ട്രാൻസ്ഫോം നമ്മൾ സ്ട്രൈക്ക് ആൻഡ് സ്ലിപ്പ് എന്നും പറയും. സ്ട്രൈക്ക് ആൻഡ് സ്ലിപ്പ് അതായത് എന്താണ്, ഇവർ ഹൊറിസോണ്ടലി മൂവ് ചെയ്യും, ഒരാൾ ഇങ്ങോട്ടും ഒരാൾ ഇങ്ങോട്ടും. മറക്കരുത്, ഇങ്ങനെയൊക്കെ മൂവ് ചെയ്യാം, ഇങ്ങനെയും ഇങ്ങനെയും മൂവ് ചെയ്യാം, ഇങ്ങനെയും ഇങ്ങനെയും മൂവ് ചെയ്യാം, ഇങ്ങനെയും ഇങ്ങനെയും മൂവ് ചെയ്യാം. അപ്പോൾ ഈ രീതിയിൽ ഹൊറിസോണ്ടലി അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതാണ്. നിങ്ങൾ രണ്ട് ബസ് സങ്കല്പിച്ച് നോക്കുക. ഒരു ബസ് ഇങ്ങനെ നിൽക്കുന്നു, ഇങ്ങോട്ടേക്ക് പോകുന്നു, ഒരു ബസ് ഇങ്ങോട്ടേക്ക് പോകുന്നു. അപ്പോൾ ഇതാണ് ഏതാ, ട്രാൻസ്ഫോം. മറന്നു പോകരുത്. നമ്മൾ സ്ട്രൈക്ക് ആൻഡ് സ്ലിപ്പ് എന്നും പറയാം. നിങ്ങൾ രണ്ട് ബസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി വരുമ്പോൾ ജസ്റ്റ് ഇവർ തമ്മിൽ ഇടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു എന്ന് കരുത്. അതാണ് സ്ട്രൈക്ക് ചെയ്യും എന്നിട്ട് സ്ലിപ്പ് ചെയ്ത് പോകും. സോ സ്ട്രൈക്ക് ആൻഡ് സ്ലിപ്പാണ് നമ്മുടെ
ഫോൾട്ട് ലൈനിൽ ട്രാൻസ്ഫോം ഫോൾട്ട് എന്ന് പറയുന്നത് മറന്നു പോകരുത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഇത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് നമ്മുടെ ബൗണ്ടറീസും ഈസി ആയിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ എക്സ്റ്റൻഷൻ എവിടെ സംഭവിക്കുന്നു, കംപ്രഷൻ എവിടെ സംഭവിക്കുന്നു, ട്രാൻസ്ഫോം എവിടെ സംഭവിക്കുന്നു എന്നൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. ജസ്റ്റ് അല്ല, ദാറ്റ് ഈസ് വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പറയാനുള്ളത് പ്ലേറ്റ് ബൗണ്ടറീസ് ആണ്. പ്ലേറ്റ് ബൗണ്ടറീസിൽ ഇതുപോലെ തന്നെയാണ്. ഇത് മനസ്സിലായെങ്കിൽ ഈസിയാണ്. ഫോൾട്ട് മനസ്സിലായെങ്കിൽ കൺവെർജൻറ്റും ഉണ്ട്, ഡൈവർജൻറ്റും ഉണ്ട്, ട്രാൻസ്ഫോമും ഉണ്ട്. മറക്കരുത്, കൺവെർജൻറ്റ്, ഡൈവർജൻറ്റ്, ട്രാൻസ്ഫോം. ഇത് ഇംഗ്ലീഷ് വേർഡ് എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കൺവെർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ചേർന്ന് വരിക എന്നാണ്. ഡൈവേർജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഡൈവേർട്ട് ചെയ്ത് പോവുക എന്നാണ്. ട്രാൻസ്ഫോം എന്ന് പറഞ്ഞാൽ ഈ സ്ട്രൈക്ക് ആൻഡ് സ്ലിപ്പ് ആണ് കേട്ടോ. സോ നമുക്ക് നോക്കാം. നോക്കിക്കോ, ഇതാണ് ബൗണ്ടറീസിൻ്റെത് ഞാൻ കാണിച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ചേ, ഇവിടെ നിങ്ങൾ നോക്കി നോക്കടാ, ഡൈവേർജ് ചെയ്യാണ് അല്ലേ, ഒരു ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. ഡൈവേർജ് ചെയ്യുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതെവിടെയാടാ? ബൗണ്ടറീസ് ആണേ, മറക്കരുത്. ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ നല്ലൊരു ഗ്യാപ്പ് ഉണ്ടാവും. അപ്പോൾ ഗ്യാപ്പ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അകത്ത് നല്ല ചൂടുള്ള ആരുണ്ടേ? നമ്മുടെ മാഗ്മ ഉണ്ട്. മാൻഡിൽ എന്തുണ്ട്? മാഗ്മയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ഉറപ്പായിട്ടും ഈ അകന്നു പോകുന്ന സമയത്ത് ഇവിടെ നിന്ന് എന്ത് ചെയ്യും? നമ്മൾ ഈ പറയുന്ന ലാവാസ് എന്ത് ചെയ്യൂടെ? ഇതിനകത്തൂടെ പുറത്തേക്ക് വരും. അപ്പോൾ മിക്കവാറും ഇത് കടലിൻ്റെ അടിയിലൊക്കെ ആയിരിക്കും. എവിടെ വേണോ വരാൻ കേട്ടോ. സോ മിക്കവാറും ഒക്കെ എവിടെയാവണം? ബൗണ്ടറീസൊക്കെ ഈ കടലിനടിയിലാണ്, അല്ലെങ്കിൽ നമ്മുടെ കോസ്റ്റൽ ഏരിയസിലൊക്കെയാണ് വരിക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അടുത്ത ആ ഒരു സ്ലൈഡിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവരിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? എക്സ്റ്റൻഷനാണ്. ഇവിടെ ഗ്യാപ്പ് വരും. ഈ ഗ്യാപ്പിലേക്ക് താഴെ ആര് കയറി വരും? നമ്മുടെ മാഗ്മ, ലാവയൊക്കെ കയറി വരും. ഇത് നമ്മുടെ കടലിലെ വെള്ളം കാരണം തണുത്തിട്ട് എന്ത് ചെയ്യും? ഇവിടെ എന്ത് ഫോം ചെയ്യും? പുതിയ ക്രസ്റ്റ് ഫോം ചെയ്യും. അപ്പോൾ കുറേ കഴിയുമ്പോൾ എന്ത് ചെയ്യും? നേരത്തെ ഇവർ ചേർന്നിരുന്നവരാണ്, ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? സ്പേസ് ഉണ്ടാകുന്നു. ഇവർ നമുക്കൊരു ഗ്രാഫിക്കലി അല്ല, ഒരു കുറച്ച് ഫിഗറൈസ് ആയിട്ട് വരയ്ക്കാം. സോ നിങ്ങൾ നോക്കുക, കണ്ടോ? ഒരു ഫസ്റ്റ് കേസിൽ അവരെങ്ങനെ ഇരിക്കുന്നു? ചേർന്നിരിക്കുവാണ്ടേ ഇവിടെ നിന്ന് എനർജി എന്തോ റിലീസായി. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? അല്പം ഗ്യാപ്പായി. ഈ ഗ്യാപ്പിലേക്ക് ആര് കയറി വരുന്നു? നമ്മുടെ മാഗ്മ കയറി വരുന്നു, ലാവാസൊക്കെ കയറി വരുന്നു. അപ്പോൾ ഇതെന്ത് ചെയ്യുന്നു? ഈ പോർഷൻ എന്തുകൊണ്ട് ഫില്ലാവുന്നു? മാഗ്മ കൊണ്ട് ഫില്ലാവുന്നു. ഇത് ചിലപ്പോൾ നമ്മുടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ ഓഷ്യൻ്റെ അടിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വാട്ടർ എന്ത് ചെയ്യും? ഇതിനെ തണുപ്പിക്കും. കുറേ കഴിയുമ്പോൾ ഇത് എന്തായിട്ട് മാറും? പുതിയ ഒരു ക്രസ്റ്റ് പോർഷനായിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്താണിടേ? എക്സ്റ്റൻഷനാണ്. മറന്നു പോകരുത്, ഡൈവർജൻറ്റിൽ സംഭവിക്കുന്നത് എന്താണ്? എക്സ്റ്റൻഷനാണ്. ദാറ്റ് ഈസ് ക്രിയേഷൻ ഓഫ് ന്യൂ ക്രസ്റ്റ്. സോ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക, ഈ ബൗണ്ടറീസുമായിട്ട് ചേർന്ന് ഡൈവർജൻറ്റ് ബൗണ്ടറീസിൻ്റെ നിയറസ്റ്റിൽ വളരെ യങ്ങായിട്ടുള്ള ക്രസ്റ്റ് ആയിരിക്കും കാണപ്പെടുക. ഈ ബൗണ്ടറിയിൽ നിന്ന് ഡിസ്റ്റൻസ് കൂടുന്തോറും ക്രസ്റ്റിൻ്റെ ഏജ് എന്ത് ചെയ്ത് വരും? കൂടി വരും. കാരണം ഇതിങ്ങോട്ടൊക്കെ പോവല്ലേ. അപ്പം ഇത് മറന്നു പോകരുത്, ബൗണ്ടറീസിൻ്റെ ആ പോയിന്റിലുള്ള ഡൈവർജൻറ്റ് ബൗണ്ടറീസിലുള്ള ക്രസ്റ്റിന് ഏജ് കുറവായിരിക്കും, പുതുതായിട്ട് ഉണ്ടാകുന്നതായിരിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഡൈവർജൻ്റ് എന്ന് പറഞ്ഞാൽ ഇവർ മൂവ് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്തിട്ട് ഈ പറയുന്നതിൽ എല്ലാത്തിലും ഇരത്ത് കേൾക്കാനുള്ള സാധ്യതയുണ്ട്, മറന്നു പോകരുത്. അപ്പോൾ ഡൈവർജൻ്റ് എന്താണ്? എക്സ്റ്റൻഷനാണ്. ഡൈവർജൻ്റ് എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഡൈവർജൻ്റ് എന്താണിടേ? എക്സ്റ്റൻഷനാണ്. ഏതുപോലെ? നമ്മളെ ഫോൾട്ടിൽ ആരെ പോലെ? നോർമൽ പോലെ, മറന്നു പോകരുത്. കൺവെർജൻ്റ് എന്ന് പറഞ്ഞാൽ ആരെ പോലെയാണ്? നമ്മുടെ ഫോൾട്ടിൽ റിവേഴ്സിനെ പോലെ, മറക്കരുത്. അപ്പോൾ കൺവെർജൻ്റ് എങ്ങനെയാണ് നോക്കുക. കൺവെർജൻ്റ് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഉണ്ടോ? രണ്ടുപേരും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ നേരം ഇതിനെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു സംഭവത്തിനെയാണ് നമ്മൾ പറഞ്ഞത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ എർത്ത് കേക്ക് ഉണ്ടാകുന്നത് ഇങ്ങനെ ഒരു സംഭവത്തിലാണ്. സോ അതാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്, മറക്കരുതേ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നു? കുറേ നേരം ഇവർ ഒന്ന് ഇങ്ങോട്ടും പ്രഷർ ചെയ്തിരിക്കും. ഫ്രിക്ഷൻ കാരണം ഒരു ലോക്കായിരിക്കും. കുറേ കഴിയുമ്പോൾ ഇവിടുത്തെ എനർജി ആരെ ഓവർകം ചെയ്യും? ഫ്രിക്ഷൻ ഓവർകം ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലേറ്റ് എന്ത് ചെയ്യും? താഴേക്ക് പോകും. നോർമലി ഡെൻസിറ്റി കൂടിയ ആൾ എവിടേക്ക് പോവുക? താഴേക്ക് പോവുക. ഡെൻസിറ്റി കൂടിയ ആൾ എന്ത് ചെയ്യും? താഴേക്ക് പോവും. ഡെൻസിറ്റി കുറഞ്ഞ ആൾ മുകളിലേക്കും വരും. സോ മറക്കരുത്, ഇവിടെ നമ്മുടെ വൾക്കാനോസൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഈ സമയത്ത് ഭയങ്കരമായിട്ടുള്ള, നിങ്ങൾ ആലോചിക്കുക, രണ്ടുപേര് കൂട്ടിയിടിക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ചെയ്യും? ക്രസ്റ്റ് നഷ്ടപ്പെടും അല്ലേ? ഡിസ്ട്രാക്ഷനാണ്. അപ്പോൾ മറന്നു പോകരുത്,
ഇത് ഡിസ്ട്രക്ഷൻ ബൗണ്ടറിയാണ്, ഡിസ്ട്രക്ഷനാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ കൺസ്ട്രക്ഷൻ എന്ന് പറയാമേ, കൺസ്ട്രക്ഷനാണ്. ഇതെന്താണ്? ഡിസ്ട്രക്ഷനാണ്, ഡിസ്ട്രക്ഷനാണ്. മറക്കരുത്. അപ്പോൾ UPSCക്ക് സ്ഥിരം ചോദിക്കുന്നതാണ് വോൾക്കാനോസിൻ്റെ ലൊക്കേഷനൊക്കെ ചോദിക്കുമ്പോൾ എവിടെയായിരിക്കാം കൂടുതൽ സാധ്യതയുള്ളത്? നമ്മുടെ ഈ കൺവെർജൻറ്റ് ബൗണ്ടറീസ് ഉള്ളിടത്തായിരിക്കും വോൾക്കാനോസിനുള്ള സാധ്യത കൂടുതൽ. അതുപോലെ നിങ്ങൾ ആലോചിക്കടാ, രണ്ട് സ്പോഞ്ചുകൾ തമ്മിൽ നിങ്ങൾ ഇങ്ങനെ എടുത്തിട്ട് ഇടിച്ചു നോക്കുക, ചിലപ്പോൾ അവിടെ എന്ത് ചെയ്യാം, ഒന്ന് ഉയർന്നു വരാനൊക്കെ ഉള്ള സാധ്യത ഉണ്ട് ആദ്യത്തെ സമയങ്ങളിൽ, അല്ലേ? അപ്പോൾ നമ്മുടെ മൗണ്ടെയിൻ റേഞ്ചസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും എവിടെയാണുള്ളത്? നമ്മുടെ ഈ കൺവെർജൻറ്റ് ബൗണ്ടറീസിനുള്ളിടത്തൊരു സാധ്യത കൂടുതലാണ്, മറന്നു പോകരുത്. ഓക്കെ, സോ ഈ പറയുന്ന സ്ഥലത്ത് പുതിയ ക്രസ്റ്റ് രൂപപ്പെടും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അവിടെ ചിലപ്പോൾ നമ്മൾ ഈ ഏതെങ്കിലും ഓഷ്യൻസിലൊക്കെ പുതിയതായിട്ട് ഐലൻഡുകൾ ഉണ്ടായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വൾക്കാനിക് ആയിരിക്കാം റീസൺ. അപ്പോൾ അത് ഇവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ഈ മാഗ്മ പുറത്തു വരുന്നുണ്ട്, നമ്മുടെ കടലിലെ വെള്ളം കാരണം തണുക്കുന്നു. സോ അതെന്ത് ചെയ്യും, ചിലപ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ എന്തായി പോവും, ഇത് വെള്ളത്തിനടിയിലേക്ക് പോവാം. എങ്കിലും പുതുതായിട്ട് കൂടുതലൊക്കെ നിങ്ങൾ ന്യൂസൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ടാവാം, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. സോ ഇതൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു കോൺസെപ്റ്റ് കിട്ടിയാലേ ക്ലിയർ ആവുള്ളൂ, എങ്കിലേ UPSCയുടെ മെയിൻസിന് ക്ലിയർ ആയിട്ട് എഴുതാൻ പറ്റും. സോ ഇതൊക്കെയാണ് ബേസിക്സ് അതിനകത്തുള്ള. ക്ലിയർ അല്ലേ? അടുത്ത ട്രാൻസ്ഫോം നോക്കി നോക്ക്. നമ്മുടെ സ്ട്രൈക്ക് ആൻഡ് സ്ലിപ്പാണ്. ഇടിച്ചിട്ട് അവരെന്ത് ചെയ്യുന്നു, അങ്ങോട്ട് രണ്ട് ബസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്ന രീതിയിൽ സങ്കല്പിക്കുക. ജസ്റ്റ് ഇടിച്ചിട്ട് സ്ലൈഡ് ചെയ്ത് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇനി നമ്മുടെ സംശയം, ഇതിൽ ഏതൊക്കെ സംഭവിച്ചാലാണ് എന്ത് ചെയ്യുക, എർത്ത് കേക്ക് ഉണ്ടാവുക എന്നാണ്. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഡൈവർജൻ്റ് ആണെങ്കിലും കൺവെർജൻ്റ് ആണെങ്കിലും ട്രാൻസ്ഫോം ആണെങ്കിലും എന്തുണ്ടാവും, എർത്ത് കേക്ക് ഉണ്ടാവും. ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്നത് ഇയാളാണ്, ഇയാൾ സെക്കൻഡ് ആണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ എർത്ത് കേക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെയാടാ, കൺവെർജൻ്റ് റീജിയണിലാണ് ഉണ്ടാവുക. എർത്ത് കേക്കിൻ്റെ ആണ് കേട്ടോ പറയുന്നത്, എർത്ത് കേക്കിൻ്റെ ഒരു പോസിബിലിറ്റി കൺവെർജൻ്റ് റീജിയണിലാണ് ഉണ്ടാവുക. സെക്കൻഡ് പറയുന്നത് എവിടെയാണ്, ഡൈവർജൻ്റ് റീജിയണിലാണ്. മൂന്നാമതാണ് എവിടെ വരിക, ട്രാൻസ്ഫോം. അപ്പോൾ എവിടെയാണെങ്കിൽ ഈ ട്രാൻസ്ഫോമിൽ നോർമലി ഡിസ്ട്രക്ഷനോ കൺസ്ട്രക്ഷനോ നടക്കാറില്ല, ജസ്റ്റ് അവരെന്ത് ചെയ്ത് പോകുന്നതേ ഉള്ളൂ, അവർ ജസ്റ്റ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യുന്നു, ഹൊറിസോണ്ടലി മൂവ് ചെയ്യുന്നു. സ്ട്രൈക്ക് ആൻഡ് സ്ലിപ്പ് മാത്രമാണ്, അവിടെ ഒരു കൺസ്ട്രക്ഷനോ ഡിസ്ട്രക്ഷനോ സംഭവിക്കുന്നില്ല. ഓക്കെ അല്ലേ? സോ ഒന്നുകൂടി എന്ത് ചെയ്യുക, ക്ലിയർ ആയിട്ട് കേൾക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതൊക്കെ എവിടെയാണ് ലോകത്തിൽ കാണപ്പെടുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരും. ക്ലിയർ അല്ലേ? എവിടെയാണ് ഡൈവർജൻ്റ് ഉള്ളത്, എവിടെയാണ് കൺവെർജൻ്റ് ഉള്ളത്, എവിടെയാണ് ട്രാൻസ്ഫോം ഉള്ളത്, എവിടെയൊക്കെയാണ് ഫോൾട്ട് ലൈനുകളിലൊക്കെ എക്സ്റ്റൻഷൻ, കംപ്രഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഭയങ്കരധികം ഹെൽപ്ഫുള്ളാണെന്ന് കരുതും. നിങ്ങൾ പഠിക്കാത്ത കുറേ കോൺസെപ്റ്റുകൾ ഞാൻ ഇതിനകത്ത്, നിങ്ങൾ നോർമലി NCERT വായിക്കുകയോ നോർമലി നിങ്ങളൊരു യൂട്യൂബ് വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാത്ത കുറച്ചധികം കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. സോ വളരെയധികം യൂസ്ഫുൾ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഫുള്ള് കേൾക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ നമുക്ക് ഇതിനകത്ത് ഇനി ബൗണ്ടറീസ് ഏത് തരത്തിലുണ്ടെന്ന് അറിയാം, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സുകളെന്ന് അറിയാം. സോ ഇനി നമുക്ക് ഇനി ലൊക്കേഷനൊക്കെ ഒന്ന് നോക്കടാം. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു സൈഡ് പഠിച്ചോളണേ. ഈ ലൈൻ ഇട്ടിട്ട് ഇങ്ങനെ ട്രയാങ്കിൾ പോലെ ഇരിക്കുന്നുണ്ടെങ്കിൽ അത് കൺവെർജൻറ്റിനെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് ലൈൻ പോലെ പോകുന്നുണ്ടെങ്കിൽ ഡൈവർജൻ്റ് ആണ്. ഒറ്റ ഒരു ലൈൻ ആണെങ്കിൽ അത് ട്രാൻസ്ഫോം ആണ്. അപ്പോൾ നിങ്ങൾ നോക്കടാം, ഇവിടെ യുറേഷ്യൻ പ്ലേറ്റ് ഉണ്ട്, ഇവിടെ ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഉണ്ട്. കണ്ടോ, അവർക്കിടയിലുള്ള ബൗണ്ടറി ഏതാടേ, അവർക്കിടയിലുള്ള ബൗണ്ടറി ഏതാ, കൺവെർജൻറ്റ് ബൗണ്ടറിയാണ്. യുറേഷ്യൻ പ്ലേറ്റിനും ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിനും ഇടയിലുള്ള ബൗണ്ടറി ഏതാടേ, കൺവെർജൻ്റ് ആണ്. കൺവെർജൻ്റ് ആകുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, അവിടെ എന്തിനുള്ള സാധ്യതയുണ്ടേ, മൗണ്ടെയിൻ റേഞ്ച് ഉണ്ടാവാം, ഇല്ലേ, ഹിമാലയം ഇല്ലേ, നമുക്ക് ഏറ്റവും അറിയാവുന്ന മൗണ്ടെയിൻ റേഞ്ച് ഉണ്ടാവാം. അടുത്ത് ഇതെല്ലാം നിങ്ങൾ നോക്കി, ഈ പസഫിക് പ്ലേറ്റിൻ്റെയും നിങ്ങൾ കറങ്ങി പോകുന്നുണ്ട്. എല്ലായിടും എന്താ ഈ കിടക്കുന്നതെല്ലാം ഈ സാൻ ആൻഡ്രീസിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുന്ന ഒരു സിംഗിൾ ലൈൻ. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ട്രാൻസ്ഫോം ആണ്. നമ്മളതിനെ സാൻ ആൻഡ്രീസ് ഫോൾട്ട് എന്നാണ് പറയുന്നത്, ബട്ട് ആക്ച്വലി അത് ബൗണ്ടറി ആണ് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ബൗണ്ടറി എല്ലാം എന്ത് തന്നെയാണ്, ഫോൾട്ട് തന്നെയാണ്, മറന്നു പോകരുത്. സോ അതുകൊണ്ട് ഇവിടെ ഈ ഞാൻ പറഞ്ഞില്ലേ, ഏതാ ഈ കൺവെർജൻറ്റ് ബൗണ്ടറിയുടെ അടുത്ത് മൗണ്ടെയിൻ റേഞ്ചസസ് ഉണ്ടാവാം, അതുപോലെ വോൾക്കാനോസ് ഉണ്ടാവാം. നിങ്ങൾ നോക്കണേ, ഈ പസഫിക് ഓഷ്യൻ്റെ ചുറ്റിലും എന്തുണ്ടേ, ഇതുപോലെ ഒരുപാട് മൗണ്ടെയിൻസ് ഉണ്ടാവാനുള്ള മൗണ്ടെയിൻ റേഞ്ചിനും സാധ്യതയുണ്ട്, അതുപോലെ വോൾക്കാനോസും. സോ ഈ ലോകത്തിലുള്ള ഏറ്റവും കൂടുതൽ വോൾക്കാനോസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഈ പസഫിക് ഓഷ്യനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ റിംഗ് ഓഫ് ഫയർ എന്നൊക്കെ പറയാറുണ്ട്, എപ്പോഴും പോഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തോന്നും. ഓക്കെ, ഒരു സർക്കിൾ പോലെ നിങ്ങൾ നോക്കി വെക്കുക അല്ലേ. നമ്മൾ പസഫിക്കിൻ്റെ ഷേപ്പ് എന്താ പറയുക, ഏകദേശം സർക്കിൾ പോലെ കാണപ്പെടുന്ന എന്നല്ലേ പറയുക, ആണോ? എസ് ആകൃതിയിൽ കാണപ്പെടുന്ന അറ്റ്ലാന്റിക് ഓഷ്യനാണ്. ട്രയാങ്കിൾ ഷേപ്പിൽ കാണപ്പെടുന്നത് ഏതാണ്, എസ് ആകൃതിയിൽ കാണപ്പെടുന്നത് അറ്റ്ലാന്റിക് ഓഷ്യനാണ്. കേട്ടിട്ടുണ്ടാവൂലേ? അതുപോലെ
ട്രയാങ്കിൾ പോലെ കാണപ്പെടുന്നത് ഏതാണ്? ഇന്ത്യൻ ഓഷ്യനാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ പൂജ്യം പോലെ അല്ലെങ്കിൽ സർക്കിൾ പോലെ കാണപ്പെടുന്നത് പെസിഫിക് ഓഷ്യനാണ്. അപ്പോൾ പെസിഫിക് ഓഷ്യന് ചുറ്റും എന്തുണ്ട്? ഇതുപോലത്തെ വൾക്കാനോസിനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ടാണ് അതിനെ എന്ത് പറയുന്നത്? റിംഗ് ഓഫ് ഫയർ എന്ന് പറയാറുണ്ട്. മറക്കരുത് മറക്കരുത് മറക്കരുത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കടേ. അപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞത് ഏതൊക്കെ പറഞ്ഞിട്ടേ? ഇപ്പം നമ്മുടെ കൺവെർജൻറ്റും പറഞ്ഞു, ട്രാൻസ്ഫോമും പറഞ്ഞു. ഇനി ഡൈവർജൻറ്റ് നോക്കണം. ഡൈവർജൻറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എവിടെയുണ്ട്? ഈ പസഫിക് പ്ലേറ്റിനും ഇൻഡോ ഓസ്ട്രേലിയൻ പ്ലേറ്റിനും ഇടയിൽ കുറച്ച് ദൂരം അല്ലാതെ ഉണ്ട്. അല്ലാതെ ഇത് ഇവിടെയുണ്ട്. കണ്ടോ? ഇതെല്ലാം അടിയിലൂടെയാണ് പോടെ? നമ്മുടെ മിക്കവാറും ഒക്കെ എന്തിനാണ്? ഇത് അറ്റ്ലാന്റിക് ഓഷ്യനാണ് കേട്ടോ. ഉണ്ടോ? അറ്റ്ലാന്റിക് ഓഷ്യനിലൂടെയൊക്കെ പോകുന്നുണ്ട്. എല്ലാത്തിൻ്റെയും ഓഷ്യൻ്റെ അടിയിലൂടെയാണ്, കടലിൻ്റെ അടിയിലൂടെയാണ് ഇത് പ്രധാനമായും പോയിരിക്കുന്നത്. നമ്മുടെ ഏത് ബൗണ്ടറി? ഡൈവർജൻ്റ് ബൗണ്ടറി. മറന്നു പോകരുത്. അപ്പോൾ ഇതിനാണ് മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസ് എന്ന് പറയുക. മിഡ് അറ്റ്ലാന്റിക് റിഡ്ജസ്. അപ്പോൾ നിങ്ങളോട് മനസ്സിലാക്കുക, എവിടെയെങ്കിലും പുതുതായിട്ട് കുറേ UPSCയുടെ പ്രീവിയേക്കുവാണ് കേട്ടോ, കൂടുതലായിട്ട് ഐലൻഡുകളൊക്കെ ഉണ്ടാവുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കിയിരിക്കുക, അവിടേക്ക് എന്തുണ്ടാവും? ഡൈവർജൻ്റ് ബൗണ്ടറീസ് ഉണ്ടാവും. പുതുതായിട്ട് എവിടെയെങ്കിലും വൾക്കാനോസ് ഉണ്ടായി എന്നോ അല്ലെങ്കിൽ വൾക്കാനോസിൻ്റെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെന്നോ ആക്റ്റീവ് വൾക്കാനോസ് ഇഷ്ടം പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക, അത് ഏത് ബൗണ്ടറിയാണ്? കൺവെർജൻ്റ് ബൗണ്ടറിയാണ്. ട്രാൻസ്ഫോം ബൗണ്ടറി ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട ട്രാൻസ്ഫോം ബൗണ്ടറി നമുക്ക് ഈ കാണാൻ പറ്റുന്ന ഈ സെയിൻറ്റ് ആൻഡ്രൂസിൽ മാത്രമാണ്, ആ റീജിയനിലാണ് കാണാൻ പറ്റുന്നത്. സോ അത് ചിലപ്പോൾ ചോദിക്കാം കേട്ടോ, ആർക്കൊക്കെ ഇടയിലാണെന്നൊക്കെ നോക്കും. ഇവിടെ കോക്കോ പ്ലേറ്റ് ഉണ്ട്, നോർത്ത് അമേരിക്കൻ പ്ലേറ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ്. അപ്പോൾ നിങ്ങൾ ഇതിനോടൊന്ന് എന്ത് ചെയ്യുക, ഈ ഒരു സ്ലൈഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഇതൊന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയിട്ട് മാറും. ദെൻ ഇനി നമ്മൾ പറയാൻ പോകുന്നത് കേൾക്കുക. ഇവിടെ എന്താടാ, ഇപ്പം നിങ്ങൾക്ക് ഏറ്റവും ഫണ്ടമെൻ്റൽസ് ഒക്കെ ഉറപ്പായിട്ടും കിട്ടിയിട്ടുണ്ട്, ഉറപ്പാണ്. സോ ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് വെക്കണം. ഇത് എർത്തല്ലേടെ, എർത്തിൻ്റെ ഏതോ ഒരു പോയിന്റിൽ നിന്ന് എന്ത് റിലീസാവുന്നു? എനർജി റിലീസാവുന്നു. എനർജി റിലീസായി കഴിഞ്ഞാൽ നമുക്കറിയാം എന്താവും? ഇത് വേവ്സ് ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു ആദ്യം എർത്തിൻ്റെ ബോഡി ഇതാണ്. ഈ ബോഡിയിലൂടെ മൂവ് ചെയ്യുന്നതിന് നമ്മൾ പറയുന്നത് ബോഡി വേവ് എന്നാണ്. ഇത് സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ പിന്നെ സർഫസ് വേവ് എന്നാണ് പറയുക. മറന്നു പോകരുത്, എർത്തിൻ്റെ ഉള്ളിലുള്ള ഏതോ ഒരു പോയിന്റിൽ നിന്നാണ് എന്ത് ചെയ്തത്? എനർജി റിലീസായത്. ഇത് ഉള്ളിലൂടെ ബോഡിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ അതിന് എന്ത് പറയും? ബോഡി വേവ് എന്ന് പറയും. സർഫസിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് സർഫസിലെ പാർട്ടിക്കിളുമായിട്ട് എന്ത് ചെയ്യും? ഇൻറ്ററാക്ട് ചെയ്യും. എന്നിട്ട് ഒരു ന്യൂ ടൈപ്പ് ഓഫ് വേവ്സ് ഉണ്ടാവും. അതിന് നമ്മൾ എന്ത് പറയും? സർഫസ് വേവ് എന്ന് പറയും. ക്ലിയർ അല്ലേ? മനസ്സിലായോ? അപ്പോൾ ഇതൊന്ന് കേട്ട് വയ്ക്കുക. നമുക്ക് ഇത്രയും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. കാരണം കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. നിങ്ങൾ കേൾക്കുക. നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ അടുത്ത വീഡിയോ എന്ത് ചെയ്യുക? കേൾക്കാനായിട്ടിരിക്കുക. ഓക്കെ. സോ നമ്മൾ അടുത്തെടുക്കുമ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഈ സ്ലൈഡ് തൊട്ട് എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.